شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة بسم الله عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد صلاة تفتح لنا بها أبواب الرضا والتيسير وتغلق بها عنا أبواب الشر والتعسير وتكون لنا بها وليا ونصيرا أنت ولينا ومولانا فنعم المولى ونعم النصير اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാരെ, ബഹുമാനികളായ ഉമറാക്കളെ, നേതാക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ, സമസ്തയുടെ, SKSF-ന്റെ, ജമിയത്തുൽ മുഅല്ലിമീന്റെ, ജമിയത്തുൽ ഉലമയുടെ, ബഹുമാനപ്പെട്ട SOS-ന്റെ ബഹുമാനികളായ പ്രവർത്തകന്മാരെ, നേതാക്കന്മാരെ, അല്ലാഹു തആല ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ബഹുമാനപ്പെട്ട MR പബ്ലിക്കേഷൻസ് നടത്തിയ ഈ ഒരു ഖൈറായ ഈ ഒരു പ്രവർത്തനം ഒരു വലിയ സുന്നത്ത് ജമാഅത്തിന്, സമസ്തക്കെതിരെ വന്ന ഒരു വലിയ ഒരു പർവ്വതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദുമാർ, മശായിഖന്മാരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നീക്കി തന്നതിന്റെ ഒരു വിളംബരവും ഒരു സന്തോഷവും കൂടിയായി തീർന്നു എന്നതും കേവലം എൻ്റെ ഒരു പ്രസംഗം മാത്രമല്ല, അങ്ങനെ ഭവിച്ചു എന്നതും അല്ലാഹു നമ്മുടെ വിജയത്തിന്റെ ഒരു വെന്നിക്കൊടി കൂടിയായി ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. MR പബ്ലിക്കേഷൻസിന് അല്ലാഹു തആല വലിയ തൗഫീഖും വിജയവും നൽകട്ടെ. അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സുന്നി സന്ദേശ എന്ന കന്നഡയിലെ ഏകദേശം 15ഓളം വർഷങ്ങളായി ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ, സമസ്തയുടെ കന്നഡയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജിഹ്വ എന്ന് പറയാവുന്ന ആ ഒരു മാധ്യമം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മന്ത്ലി മാത്രമല്ല, അതൊരു വീക്കിലിയായും മാത്രമല്ല, ഇന്ന് കേരളീയ സമൂഹത്തിന് മാത്രമല്ല, ലോകത്ത് തന്നെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലാണ് നമ്മുടെ പത്രം, ബഹുമാനപ്പെട്ട സുപ്രഭാതം പത്രമാധ്യമങ്ങളിൽ ഇന്ന് തിളങ്ങി നിൽക്കുന്നത്. അല്ലാഹു നമ്മെ സഹായിച്ചാൽ സഹായിക്കട്ടെ. കർണാടകയിൽ കൂടി അതിനൊരു എഡിഷൻ വരാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സഹായിക്കട്ടെ. അല്ലാഹു എല്ലാവിധ ശത്രുക്കളുടെയും കുതന്ത്രങ്ങളെയും അല്ലാഹു തആല പരാജയപ്പെടുത്തട്ടെ. അല്ലാഹു ഖൈറും റഹ്മത്തിനെയും ബറക്കത്തിനെയും നൽകട്ടെ. അല്ലാഹു വളരെ തൗഫീഖുള്ള ഒരു സദസ്സായി ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ. മുഅസ്സിറത്തായ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് ഇത്. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഇതുപോലെ അള്ളാഹുവിന് അമൽ സ്വാലിഹ് സമർപ്പിക്കാൻ
വേറെ ഒരു സമയവും ഇല്ല എന്ന് ബഹുമാനപ്പെട്ട മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണിത്. അല്ലാഹു തആല അമലു സ്വാലിഹിന്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട അമലു സ്വാലിഹ് ഇൽമാണ്. ഇൽമിൽ തന്നെ ആദർശത്തിന് ശക്തി കൂട്ടുന്ന ഇൽമാണ്. അല്ലാഹു അങ്ങനെ ഒരു സദസ്സായി ഈ സദസ്സിനെ മാറ്റിത്തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എംആർ പബ്ലിക്കേഷൻസിന്റെ പ്രവർത്തകർക്കും പിന്നെ ഈ ദക്ഷിണ കന്നഡയിൽ നിന്ന് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി എത്തിച്ചേർന്ന എല്ലാ ഉലമാക്കൾ, ഉമറാക്കൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വാസിഅത്തായ റഹ്മത്തിൽ നിന്ന് ഇറക്കിത്തരട്ടെ. എല്ലാവരെയും അല്ലാഹു അവന്റെ മഗ്ഫൂരീങ്ങളായ അടിമകളിൽ പെടുത്തട്ടെ. ലോക മുസ്ലിമീങ്ങൾ വളരെ വലിയ ഒരു പ്രയാസത്തിലാണ് എന്നും ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. 948 ജൂഡന്മാർ മുസ്ലിം സമുദായത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം സ്ഥാപിച്ചെടുത്തുവെങ്കിലും ബഹുമാനപ്പെട്ട മുഖദ്ദസ് പള്ളിയിൽ കയറാനുള്ള ധൈര്യമോ അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കുതന്ത്രത്തിന്റെ ഫലമായി ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ജൂത സുപ്രീം കോടതി, ടെൽ അവീവിലെ ജൂത സുപ്രീം കോടതി ബഹുമാനപ്പെട്ട മസ്ജിദുൽ അഖ്സ എന്ന മുസൽമാന്റെ രണ്ടാമത്തെ ഖിബിലയും ലോകത്തെ അതിപ്രധാനപ്പെട്ട മൂന്നാമത്തെ ഭവനവും മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമലു സ്വാലിഹ് ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാനും റബ്ബിന്റെ മുനാജാത്തിനു വേണ്ടി പോയിട്ടുള്ള ആ യാത്രയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പിന്നീട് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മസ്ജിദുൽ അഖ്സ എന്ന പള്ളി മാത്രമല്ല, അമ്പിയാക്കൾക്ക് ഇമാമായി മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആ പള്ളിയിലെ മെഹ്റാബിലും സഫുകളിലും മുസ്ലിമീങ്ങളെപ്പോലെ ജൂതന്മാർക്കും കയറി ആരാധിക്കാനുള്ള അവകാശം കഴിഞ്ഞ മെയ് മാസത്തിൽ ജൂത സുപ്രീം കോടതി നൽകിയിരുന്നു. ഈ കഴിഞ്ഞ 2015 മെയ് മാസത്തിൽ അതിന്റെ ചില കളികളും ഭാഗവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പള്ളിയിലേക്കുള്ള കയ്യേറ്റത്തിന് അവരും മുന്നോട്ട് വന്നിരിക്കുകയാണ്. നെതന്യാഹുവിന്റെ ഫണ്ടമെന്റൽ പാർട്ടിയും മറ്റുള്ള ചില ഫണ്ടമെന്റൽ ജൂതന്മാരും ലോകത്തിന്റെ നാനാഭാഗത്തെ ജൂതന്മാരോടും ഈ സെപ്റ്റംബർ മാസത്തിൽ എത്രയും പെട്ടെന്ന് ഇസ്രായേലിൽ എത്തിച്ചേരാൻ, ജെറൂസലേമിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഭാഗമായിരിക്കും ഇപ്പോഴുള്ള ഒരു കളി എന്ന് മനസ്സിലാവുന്നു. ഏതായാലും ഒന്നിരിക്കൽ ബഹുമാനപ്പെട്ട മസ്ജിദുൽ അഖ്സ ജൂതപ്പള്ളിയാക്കുക, അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സ ഒരു രാത്രി കൊണ്ട് പൊളിച്ച് തരിപ്പണമാക്കി തൽസ്ഥാനത്ത് ജൂതക്ഷേത്രം നിർമ്മിക്കുക എന്നതിനുള്ള ഒരു ഗൂഢനീക്കം പതിറ്റാണ്ടുകളായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ശ്രമം എന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. പെട്ടെന്ന് ജൂതക്ഷേത്രം പണിയാനുള്ള എല്ലാവിധ ഉരുപ്പടികളും അവർ ഒരുക്കി വച്ചതായിട്ടും ലോക ഇന്റലിജൻസ് പോലീസിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നു. അല്ലാഹു തആല ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു വിജയിപ്പിക്കട്ടെ. ജൂതന്മാരുടെ സ്വപ്നം അല്ലാഹു ചില്ലുകൊട്ടാരം പോലെ തകർത്തു തരിപ്പണമാക്കട്ടെ. ജൂതന്മാരുടെ സ്വപ്നം അല്ലാഹു ചില്ലുകൊട്ടാരം പോലെ തകർത്തു തരിപ്പണമാക്കട്ടെ. ബഹുമാനപ്പെട്ട മസ്ജിദുൽ അഖ്സയെ അല്ലാഹു തആല സംരക്ഷിക്കട്ടെ. അതിന്റെ നേർക്ക് ലോക മനസാക്ഷിയുടെ നല്ല മനസ്സിന്റെ വാതിൽ അല്ലാഹു തുറന്നു തരട്ടെ. ഇവരെയൊക്കെ മര്യാദക്കിരുത്താവുന്ന ഒരു നേതൃത്വം മുസ്ലിം ലോകത്തിന് അല്ലാഹു ഉയർത്തിത്തരട്ടെ. മുസ്ലിം ഉമ്മത്തിന് അറബികൾ അവരുടെ ആ ഉറക്കക്ഷീണം വെടിഞ്ഞ് യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു അവരെ ഉയർത്തിത്തരട്ടെ. അല്ലാഹു സഹായിക്കട്ടെ. എല്ലാ ആശങ്കകളും അല്ലാഹു തആല പരിഹരിച്ചു തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകേന്ദ്രവും സയ്യിദുന ഈസ ഇബ്നു മറിയം, മഹാനായ സയ്യിദുന ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ നുസൂൽ കൊണ്ട് അനുഗ്രഹീതവുമായ ബഹുമാനപ്പെട്ട ദമാസ്കസിൽ നിന്നാണ് ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങൾ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത്. വളരെ പ്രയാസകരമായ ഒരവസ്ഥയാണ്. ഷാമിന്റെ ഖറാബ്, ഷാം എപ്പോൾ ഖറാബാകുമോ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ ഷാമിന്റെ ഹൃദയമാണ് ബഹുമാനപ്പെട്ട ഡമാസ്കസ്.
അള്ളാഹു ആ പ്രയാസങ്ങളെ പരിഹരിക്കട്ടെ. അള്ളാഹു ആ പ്രയാസങ്ങളെ പരിഹരിക്കട്ടെ. അള്ളാഹു എല്ലാ ഖൈറും മുസ്ലിം ഉമ്മത്തിന് നൽകട്ടെ. ലോക സമൂഹത്തിന് മുന്നിൽ വലിയ മാതൃക കാട്ടി നിൽക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അല്ലാഹു ഇസ്സത്ത് വർദ്ധിപ്പിക്കട്ടെ. അതിന്റെ ഉത്തമ അനുയായികളായി മരണം വരെ ദീനി പ്രബോധന രംഗത്തും ദീനി ഖിദ്മത്തിലും വ്യാപരിക്കാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ഉസ്താദുമാരിൽ പല ഉസ്താദുമാരും രോഗികളാണ്. വന്യരായ സമസ്തയുടെ മഹാനായ പ്രസിഡന്റ് ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ രോഗിയാണ്. അല്ലാഹു ശിഫ നൽകട്ടെ. ബഹുമാനപ്പെട്ട സമസ്തകയുടെ കേന്ദ്ര മുഷാവറ അംഗവും പ്രധാനപ്പെട്ട സൂഫി വര്യരിൽ ഒരാളുമായ വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ രോഗിയായി അവസാനം ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ വിശ്രമത്തിലാണ്. അല്ലാഹു ശിഫ നൽകട്ടെ. അല്ലാഹു ശിഫ നൽകട്ടെ. അല്ലാഹു തആല അവർക്ക് ശിഫ നൽകട്ടെ. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ ഒരു പരിപാടിക്ക് വന്ന് പെട്ടെന്ന് ഒരു പ്രയാസമുണ്ടായി. ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്. അല്ലാഹു ശിഫ നൽകട്ടെ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ആഫിയത്തിനെ കൊടുക്കട്ടെ. അവരുടെ ജുഹദിനെ അല്ലാഹു തആല ഇനിയും നമുക്ക് ലഭിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അവരുടെ എല്ലാ ജുഹദും അല്ലാഹു അവന്റെ മീസാനിലെ സഖീലായ അമലുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അവരുടെ കൂടെ ബഹുമാനപ്പെട്ട സിറാത്ത് കടക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെയും ചേർക്കട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ മഹാപ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിച്ച് മരിച്ചുപോയ ഒരുപാട് ഉലമാക്കൾ ഉമറാക്കൾ കഴിഞ്ഞ ചരിത്രത്തിലുണ്ട്. ഈ 90ന്റെ നിറവിൽ നാം നിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഇപ്പോൾ നമ്മുടെ ദക്ഷിണ കന്നഡ എന്ന് പറയുന്നത് ഒരു പൂത്തുലഞ്ഞു നിൽക്കുന്ന സമസ്തയുടെ അടയാളമാണ്. അതാണ് ഈ സമ്മേളനം തന്നെ വിളിച്ചോടുന്നത്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു സുന്നത്ത് ജമാഅത്തിനും സമസ്തക്കും വളരെ വേദനാജനകമായ ഒരു പ്രയാസം വന്നപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും ശംസുൽ ഉലമയുടെയും കൂടെ നിലകൊണ്ട ഒരുപാട് വലിയ മനുഷ്യർ മരണപ്പെട്ടു പോയി. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ട മഹാനായ കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹം ഫിഖ്ഹ് കൊണ്ടും ഫിഖ്ഹി പാണ്ഡിത്യം കൊണ്ടെന്ന് മാത്രമല്ല എല്ലാ വിജ്ഞാന ശാഖകളിലും അഗ്രേസരനായ ഒരു പണ്ഡിതനും ഒരു മുസ്തനദുമായിരുന്നു. ബഹുമാനപ്പെട്ടവരാണ്. ഒരു കാലത്ത് ഈ നാടിന്റെ ശക്തി. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. അതേപോലെ വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട ഷഹീദുൽ ഉമ്മ CM അബ്ദുള്ള മുസ്ലിയാർ അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. അവരുടെ ദറജ അല്ലാഹു തആല ഏറ്റിക്കൊടുക്കട്ടെ. എല്ലാവരെയും അല്ലാഹു അവന്റെ റിളവാനിൽ ഉൾപ്പെടുത്തട്ടെ. നമുക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, കുറഞ്ഞ ഒരു സമയത്തിന്റെ ഉള്ളിൽ ചെറിയ ചില കാര്യങ്ങൾ പറഞ്ഞ് റബ്ബിന്റെ സഹായത്താൽ ഞാൻ ഈ പരിപാടിയിലെ പ്രഭാഷണം അവസാനിപ്പിക്കും. എന്നെ ഇതിനെ ക്ഷണിച്ച സംഘാടകരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒരു നിലക്ക് പ്രഭാഷണമായിരുന്നു മർമ്മമെങ്കിലും ഇവിടെ ഇതുവരെ കഴിഞ്ഞ ചടങ്ങുകൾ വെച്ച് നോക്കുമ്പോൾ മർമ്മപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ അല്പം കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഒരു നിലക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് നേരത്തെ സംസാരിച്ച കൂട്ടത്തിൽ നമ്മുടെ ഈ നാട്ടിലൊക്കെ ക്ലാസ്സിന് വന്നിരുന്നു. പിന്നെ ഇടക്കാലത്ത് കാണാനില്ലാതെയായി. വീണ്ടും വന്ന ഖാസിമിയുടെ പ്രഭാഷണത്തിന്റെ എന്ന് പറഞ്ഞൊരു പ്രയോഗം നടത്തിയത് വളരെ സന്തോഷകരമായി തോന്നുകയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ സമാഗമം എന്ന് പറയുന്നത് എപ്പോഴും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അത് നല്ലതാണ്. അതിൽ വളരെ വലിയ ഖൈറുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏത് കാലത്തും സമസ്തയുടെ ഒരു കാവൽക്കാരനാണ്. കാവൽക്കാരൻ ഒരു സ്വഭാവമുണ്ട്. കാവൽക്കാരൻ ചിലപ്പോൾ ഗേറ്റിന്റെ ഉള്ളിൽ കാക്കും, ചിലപ്പോൾ പുറത്തും കാക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാന് സമസ്ത വിട്ടു പോകും എന്ന് ഒരാളും വിചാരിക്കുകയേ വേണ്ട. സമസ്ത വിട്ടു പോവുക എന്നത് ദീൻ വിട്ടു പോവുക എന്നതിന് പകരമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുകയേയില്ല. അങ്ങനെ ആരും വിചാരിക്കുകയേ വേണ്ട. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജല്ല ജലാലായ പടച്ചവൻ നമ്മളെയെല്ലാം ദുനിയാവിലും നാളെ സ്വർഗത്തിലും ഒരുമിപ്പിക്കട്ടെ. പിന്നെ
കാരണം എന്തെന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഇടക്കാലത്ത് 40 കൊല്ലം യൂസുഫ് നബിയെ കാണാനില്ലാതായി. യൂസുഫിനെ കാണാനില്ലാതാകുമ്പോൾ 12 വയസ്സാണ്. പിന്നെ കിട്ടുന്നത് ബാപ്പയും യൂസുഫും തമ്മിൽ യോജിക്കുന്ന രംഗം 10 ജേട്ടന്മാരും, ഇടക്കാലത്ത് ജേട്ടന്മാരൊന്ന് വന്നു പോയിട്ടുണ്ടെങ്കിലും അത് തിരിച്ചറിയാത്ത ഘട്ടമായിരുന്നു. പിന്നെ എല്ലാരും കൂടി യോജിക്കുന്ന ഒരു സമയമുണ്ട്. ബാപ്പ, പിന്നെയോ ഉമ്മ. അത് ബാപ്പാടോ കെട്ടിയ പുതിയ ഭാര്യയാണെന്നും അതല്ല മരണപ്പെട്ട ഉമ്മയെ ഹയാത്താക്കിയതാണെന്നും അങ്ങനെയൊക്കെ അഭിപ്രായമുണ്ട്. ഏതായാലും പിന്നെ 72ഓളം പുത്രകളത്രാദികൾ എല്ലാം കൂടെ വന്ന് മിസ്റിൽ യോജിക്കുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ തമ്മിൽ കാണാനില്ലായതിന്റെ കാരണം കണ്ടെത്താൻ അവിടെ യൂസുഫ് നബി ശ്രമിക്കുന്ന ഒരു ആയത്തുണ്ട്. ആ ആയത്ത് ചേർത്ത് വെക്കുന്നത് വളരെ രസകരമാണ്. ആ ആയത്തിൽ കാണാനില്ലാതായതിന്റെ കാരണത്തെ ചേർത്തിട്ടുള്ളത് ഷൈത്താനിലേക്കാണ്. അല്ലാതെ ഏട്ടന്മാരാണ് കിണറ്റിൽ തള്ളിയതെങ്കിലും ഏട്ടന്മാരുടെ കിണറോ മറ്റോ മിണ്ടുന്നേയില്ല. പറയുന്നത് മിൻ ബഅദി അൻ നസഗ ശൈത്വാനു ബൈനി വബൈന ഇഖ്വതി ഇന്ന റബ്ബി ലതീഫുൽ ലിമാ യശാ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറ السماوات والأرض أنت وليي في الدنيا والآخرة توفني مسلما وألحقني بالصالحين ذلك من أنباء الغيب نوحيه إليك وما كنت لديهم إذ أجمعوا أمرهم وهم يمكرون وما أكثر الناس ولو حرصت بمؤمنين سورة يوسف അവസാനിക്കുകയാണ്. അതാണ് ഈ രംഗം. അവിടെ നസഗയുടെ ഫാഇൽ ശൈത്താനാണ്. എന്തുകൊണ്ട് കാണാതായി എന്ന് വെച്ചാൽ പിന്നിൽ ശൈത്താനാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മിൻ ബഅദി അൻ നസഗ ശൈത്താനു ബൈനി വബൈന ഇഖ്വതി. ചിലപ്പോൾ ശൈത്താൻ വന്നുകൂടും, ചിലപ്പോൾ ശൈത്താൻ വരുത്തിക്കൂടും. അങ്ങനെയെല്ലാം ഉണ്ടായിരിക്കും. അങ്ങനെയും ഉണ്ട് എന്നും ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്. മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ഏത് വിട്ടുപിരിയലും അവസാനം യോജിപ്പിലെത്തും. മനസ്സിൽ നന്മയില്ലെങ്കിൽ ഏത് കൂടലും അവസാനം പിരിയലിലുമെത്തും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പിരിഞ്ഞിട്ട് കൂടാത്തതുണ്ട്, എന്നാൽ പിരിഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിക്കാതെ കൂടിയതുപോലെ പിരിഞ്ഞതുമുണ്ട്. അങ്ങനെയുമുണ്ട്. അതുകൊണ്ട് എല്ലാ പിരിയലും പിരിയലല്ല, എല്ലാ കൂടലും കൂടലുമല്ല എന്നും സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. എന്താണ് ബഹുമാനപ്പെട്ട സമസ്ത നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? നാം ഈ തെന്നിന്ത്യയിലെ ഈ അവസാനത്തെ മുനമ്പുകാർ വലിയ ഭാഗ്യവാന്മാരാണ്. എന്താണ് നമ്മുടെ ഭാഗ്യം? നമുക്ക് ഭാഗ്യമായത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലത്ത് തന്നെ ഇസ്ലാം ലഭിച്ചു എന്നതാണ്. ആര് നൽകി? അസ്ഹാബു റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ്. നാം അത് വളരെ ഗൗരവമായി ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ആഫ്രിക്കയിലെ ആദ്യത്തെ പള്ളി ഹിജ്റ 22-ലാണ്. ആദ്യത്തെ പള്ളി ഹിജ്റ 22 ആഫ്രിക്കയിൽ. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി പ്രധാനപ്പെട്ട അഭിപ്രായം മാടായിലാണ്. മാടായി പള്ളി ബുനിയ സനത 50 എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹിജ്റ 5 എന്ന് പറയുമ്പോൾ അന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്ന് 58 വയസ്സാണ്. അതായത് മാടായിൽ പള്ളി ഉണ്ടാക്കി പിന്നെയും 5 കൊല്ലം കഴിഞ്ഞാണ് ഹബീബ നബി വഫാത്തായത്. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയൊരു തൗഫീഖാണ്. പിന്നെയും ഒരു തൗഫീഖുണ്ട്. എന്താണത്? നമ്മൾ ചിന്തിക്കണം. അത് അല്ലാഹു ഈ നാട്ടിന് കൊടുത്ത ഒരു പ്രത്യേകമായ തൗഫീഖാണ്. കേരള എന്ന ആയത്തിന്, എന്ന വാക്കിന് മുസ്തഖും മിൻ ഖൈറുല്ലാഹ്, കേരളവും കേരളത്തിന്റെ മാഹൗലും അതെല്ലാം ഖൈറുള്ള എന്ന വാക്കിൽ നിന്ന് ഉണ്ടായതാണ്. അതൊരു നിലയ്ക്ക് ന്യായവുമാണ്. ഇവിടെ ആദ്യം വന്നത് അറബികളാണ്. അറബികൾ ഈ മണ്ണിന് ഖൈറുള്ള എന്ന് പേര് വെച്ചതാണ്. ഇതിന്റെ മാഹൗലും അതിലേക്ക് ചേർക്കപ്പെടും. പിന്നെയാണ് ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ഒക്കെ വരുന്നത്. അവർ ഇതിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയാനൊരു കാരണം എന്താ?
അറബികൾ ഖൈറുള്ള എന്ന് പറഞ്ഞപ്പോൾ അതിനെ അവർ ഇംഗ്ലീഷിലേക്കാക്കിയതാണ്. ഇന്ന് എല്ലാ ടൂറിസ്റ്റ് വണ്ടിയുടെയും ബാക്കിൽ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് കാണാം. എന്നാൽ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയാനുള്ള കാരണം എന്താ? കാരണം ഖൈറുള്ള എന്ന് അറബികൾ വിളിച്ചതാണ്. അതിന് പ്രത്യേകമായി കാരണവുമുണ്ട്. അറബികൾ ഏറ്റവും പ്രധാനമായി വന്നത് പൊന്നാനിയാണ്. ചരിത്രാതീത കാലം മുതലേ പ്രധാനപ്പെട്ട തുറമുഖം പൊന്നാനിയാണ്. ഇന്നും ദീനിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം പൊന്നാനിയാണ്. പൊന്നാനിയിൽ വന്ന് അവർ പിന്നെ വടക്കോട്ടാണ് കൂടുതൽ യാത്ര ചെയ്തത്. കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ പൊന്നാനിയിൽ നിന്ന് നേരെ വരുമ്പോൾ ഒരൽപ്പം മുന്നോട്ട് വന്നാൽ പ്രവിശാലമായ ഒരു പുഴ കാണാം. അറബികൾ ഈ പുഴ കണ്ടപ്പോൾ അന്തിച്ചു പോയി അതിനൊരു പേരിട്ടു. ഏതാ പുഴയുടെ പേര് നമ്മുടെ നാട്ടിൽ ഭാരതപ്പുഴയാണ്. പക്ഷേ അതിനെ സാഹിത്യകാരന്മാർ നിള നദി എന്ന് പറയും. എങ്ങനെയാണ് മലയാളത്തിൽ നിള എന്ന പേര് വന്നത്? നിള എന്ന ഒരു പദം മലയാളത്തിൽ ഇല്ല. അങ്ങനെയില്ലല്ലോ, അങ്ങനെ വാക്ക് മലയാളത്തിലില്ല. എന്താണത് ഭാഷ അറിയില്ല. പിന്നെ അത് എങ്ങനെ വന്നു? അതിന് കാരണമുണ്ട്. പൊന്നാനി എന്ന പൊൻവാനിയാണ് പൊന്നാനിയായത്. ഈ പൊൻവാനി എന്ന പൊന്നാനിയിൽ വന്നു. പൊന്നാനിയെ നാം മനസ്സിലാക്കണം. AD 1936 ഗാന്ധിജിയുടെ മകൻ ഹരിലാൽ അബ്ദുള്ള ഗാന്ധി ആയത് പൊന്നാനിയിൽ വന്നാണ്. അദ്ദേഹം 1936 ഗാന്ധിജിയുടെ മൂത്ത മകൻ ഹരിലാൽ, ഹരി എന്ന വാക്കിനോട് ഗാന്ധിജിക്ക് വലിയ പ്രേമമായിരുന്നു. അതുകൊണ്ടാണ് അധസ്ഥിത വർഗത്തിന് അദ്ദേഹം ഹരിജനങ്ങൾ എന്ന് പേരിട്ടത്. അദ്ദേഹത്തിന്റെ മൂത്ത മകന്റെ പേര് ഹരിലാൽ എന്നാണ്. ഹരിലാൽ വന്ന് തെക്കോട്ട് യാത്ര ചെയ്ത് ഇസ്ലാമിനെ പഠിച്ചപ്പോൾ മുസ്ലിമാകാൻ അതീവമായ താല്പര്യമുണ്ടായി. അങ്ങനെ ഹരിലാൽ എന്ത് ചെയ്ത്? ഹരിലാൽ പൊന്നാനിയിൽ വന്നു. AD 1936 ഹരിലാൽ അബ്ദുള്ള എന്ന പേര് സ്വീകരിച്ചു. അങ്ങനെ ദിവസങ്ങളോളം പൊന്നാനി മഊനത്തിൽ താമസിച്ചു. പൊന്നാനി മഊനത്തുണ്ടാക്കുന്നത് 1900-ലാണ്. ഏകദേശം 115 വർഷങ്ങൾ കഴിഞ്ഞു പോയി. കുഞ്ഞമ്പാവ മുസ്ലിയാരാണ് ബഹുമാനപ്പെട്ട മഊനത്തുണ്ടാക്കിയത്. അദ്ദേഹത്തിന് വലിയ സ്വലാത്തിന്റെ ഇജാസത്തുണ്ടായിരുന്നു. ആ സ്വലാത്താണ് ഈ തുടക്കത്തിൽ ചൊല്ലിയത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ. ഈ സ്വലാത്താണ് ബഹുമാനപ്പെട്ട മഊനത്തിന് കാരണം എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം വലിയ മുവഫഖായ ആളായിരുന്നു. 1900 കുഞ്ഞമ്പാവ മുസ്ലിയാർ മഊനത്ത് സ്ഥാപിച്ചു. പിന്നെ ലോകത്തിന്റെ നാനാഭാഗത്തും ആളുകൾ മഊനത്തിനെ തേടി വന്നു. 1936 അബ്ദുള്ള ഗാന്ധി തിരിച്ചു പോകുമ്പോൾ 5000-ഓളം മുസ്ലിമീങ്ങൾ ചേർന്നാണ് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയത് എന്ന് പൊന്നാനി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ തൗഫീഖ് നൽകിയ ഒരു നാടാണ് ഈ കേരളവും മാഹൗലും എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇതങ്ങനെ തകർത്ത് കളയാൻ, ഇവിടുത്തെ ഇസ്ലാമിയത്തിനെ തകർക്കാനോ അതിരിപ്പണമാക്കാനോ ആർക്കും സാധ്യമല്ല. എത്ര മെനക്കെട്ടാലും കഴിയില്ല. ഇത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. മാത്രവുമല്ല, ഈ നാട്ടിൽ പ്രത്യേകത കൂടിയുണ്ട്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തങ്ങൾ ബഹുമാനപ്പെട്ട സ്വഹാബികളെ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്. പല നാടുകളിലും സ്വഹാബികൾ പോയി ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു അനറബി നാടുകളിൽ നിന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളിലേക്ക് അനറബി നാടുകളിൽ നിന്ന് വന്ന് സ്വഹാബിയായവർ വളരെ വിരളമാണ്. ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്നത്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും സ്വഹാബികളെ നിയോഗിച്ചിട്ടുണ്ട്. അവരവിടെ പോയി ദീനി പ്രബോധനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അനറബി നാടുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ജീവിതകാലത്ത് വന്ന് സ്വഹാബികൾ ആയത് വളരെ വിരളമാണ്. അങ്ങനെ ആയവർക്കെല്ലാം ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. ഒന്ന് അബസീനിയക്കാരൻ ബിലാൽ. ഉറക്കപ്പറ, അബസീനിയക്കാരൻ ബിലാൽ. ലോകത്ത് ഇബ്രാഹിം നബിക്ക് പോലും കിട്ടാത്ത ഭാഗ്യം ബിലാലിന് കിട്ടി റളിയല്ലാഹു അൻഹു. എന്താണ് ആ ഭാഗ്യം?
സയ്യിദുനാ ഇബ്രാഹിം കഅബാലയത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കിയപ്പോൾ. പക്ഷെ വിളിച്ചത് കഅബാലയത്തിന്റെ മുകളിൽ കയറിയല്ല, വിളിച്ചത് മഖാം ഇബ്രാഹിമിന്റെ മുകളിൽ കയറിയാണ്. കഅബാലയത്തിന്റെ മുകളിൽ കയറിയല്ല കഅബാലയത്തിലേക്ക് വിളിച്ചത്, മഖാം ഇബ്രാഹിമിന്റെ മുകളിൽ കയറി വിളിച്ചു. ആ മഖാമിനെ പിന്നെ അള്ളാഹു വലിയ സ്ഥാനം കൊടുത്ത് അംഗീകരിച്ചു. മഖാം സ്വർഗത്തിലെ യാഖൂത്താണെന്ന് മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുമ്പോ പിമ്പോ ഒരു നബിക്കോ ഒരാൾക്കോ ഉണ്ടാകാത്ത സ്ഥാനം മക്ക പിടിച്ചടക്കിയപ്പോൾ മുത്തുനബിക്ക് ലഭിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കാനുള്ള ഒരു ഇതിന് അള്ളാഹു നൽകി. ആ ഇതിന് കിട്ടിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹി അയിന ബിലാൽ അയിന ബിലാൽ എന്ന് ചോദിച്ചു. അപ്പോൾ ബിലാൽ ഇങ്ങനെ അങ്ങോട്ട് മുന്നു അദ്ദിൻ അലൽ ബൈത്ത്, കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കുന്നതാണ്. കഅബാലയം 300 ചില്ലാനം വിഗ്രഹങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ച് നന്നാക്കിയെടുത്ത് നിൽക്കുന്ന അസുലഭമായ മുഹൂർത്തം മക്കക്കാരൊക്കെ റസൂലുള്ളാഹിന്റെ മുന്നിൽ അടങ്ങി എല്ലാ റസൂലുള്ളാഹിനെ അംഗീകരിച്ച സന്ദർഭം ബാങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അള്ളിപ്പിടിച്ചിട്ട് കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറി അസ്ലൻ അനറബിയായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നെ ബാങ്ക് അങ്ങോട്ട് കൊടുത്തു. പക്ഷെ ഇത് അപ്പോൾ മതാഫിലുള്ള ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. മുമ്പും അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല, ഇനി ഖിയാമത്ത് നാളോടെ ഉണ്ടാവില്ല ഒരവസരമേ ഉള്ളത്. ഈ അവസരത്തിന് അനറബിയായ അറബി പോലുമല്ലാത്ത ഒരു നീഗ്രവായ അടിമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തതിൽ ആരോ പറഞ്ഞു പോയി യുഅദ്ദിനു ഇബ്നു സൗദാ യുഅദ്ദിനു അലൽ ബൈത്ത്. കഅബാലയത്തിന്റെ മുകളിൽ കയറി ഒരു കറുത്ത നീഗ്രോ പെണ്ണിന്റെ അടിമക്കാണോ ബാങ്ക് കൊടുക്കാനുള്ള ഭാഗ്യമുണ്ടായത്? ഫനസല റൂഹുൽ അമീൻ മലക്ക് ജിബ്രായീൽ അനറബിയായി പിന്നെ അറബിയായി അസ്ലൻ അനറബി പിന്നെ നബിയുടെ സ്വഹാബി സയ്യിദുനാ ബിലാൽ. ഉറക്കപ്പറ സയ്യിദുനാ ബിലാൽ. ആ ബിലാല് ബാങ്ക് കൊടുക്കുന്ന രംഗത്ത് ആരോ എന്തോ പറഞ്ഞുപോയി. അപ്പോൾ ഇറങ്ങിയതാണ് സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്ത്. ഈ ആയത്താണ് ഖുർആനിലെ ഏറ്റവും മാനവിക സന്ദേശമുള്ള ആയത്ത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതഅറഫൂ. സൂറത്തുൽ ഹുജറാത്ത് 13-ാമത്തെ ആയത്ത്. ഇത് അനറബി നാട്ടിൽ നിന്ന് സ്വഹാബിയായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ എതിരെ ആരോ ഒന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ഇടപെട്ടതാണ് മുത്തുനബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ വേറെ ഒരു സന്ദർഭമുണ്ട്. അനറബി നാട്ടിൽ നിന്ന് മുസ്ലിം ആകാൻ വേണ്ടി വന്ന് അനറബി നാട്ടിൽ നിന്ന് വന്ന് സ്വഹാബിയായ ആളാണ് സയ്യിദുനാ സൽമാൻ. ഉറക്കപ്പറ സയ്യിദുനാ സൽമാൻ. നബിയുടെ ജീവിതകാലത്ത് അനറബി നാട്ടിൽ നിന്ന് വന്ന് സ്വഹാബിയായവർ വളരെ ചുരുക്കമാണ്. അതിൽപ്പെട്ട ഒരാളാണ് ബിലാൽ, ഒരാൾ സൽമാൻ, സയ്യിദുനാ സൽമാൻ. ഉറക്കപ്പറ സയ്യിദുനാ സൽമാൻ റളിയല്ലാഹു അൻഹു. സൽമാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അനറബിയ ഫാരിസി സംസാരിക്കുന്ന ആളാണ് സയ്യിദുനാ സൽമാൻ. പിന്നെ മുത്തുനബിയുടെ അരികിൽ വന്ന് സ്വല്ലല്ലാഹു അലൈഹി സ്വഹാബിയായി. ഒരിക്കൽ ഒരു സംഘം ആളുകൾ മുസ്ലിം ആകാൻ വന്നവർ സൽമാൻ നബിയുടെ അരികിൽ ദരിദ്രനായി ഇരിക്കുന്നത് കൊണ്ട് അവിടുത്തെ തിരിച്ചുപോയി, മുസ്ലിം ആയില്ല. അവർ പറഞ്ഞ് ഞങ്ങൾ എപ്പോ വന്നാലും ഇത്തരം ദരിദ്രന്മാരാണ് നിങ്ങളുടെ കൂടെ, ഞങ്ങൾക്ക് മുസ്ലിം ആകണമെന്നുണ്ട്, പക്ഷെ ഈ ദരിദ്രന്മാരെ കൂടെ ഇരിക്കാൻ വയ്യ, ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘം ആളുകൾ മുളർ ഖബീലയിൽ വന്ന അഹ്ലുൽ കുഫർ തിരിച്ചുപോയി. അപ്പൊ റസൂലുള്ളാഹിക്ക് ഒരു വേണം ഇങ്ങനെ തോന്നിപ്പോയി, ഇപ്പോൾ സൽമാൻ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർ കൂടി മുസ്ലിം ആയിരുന്നല്ലോ, ആളുകൾ മുസ്ലിം ആകാൻ വലിയ കൊതിയുള്ള ആളായിരുന്നു മുത്തു മുഹമ്മദ് മുസ്തഫ. ഉടനായത്തിറങ്ങി അതേ ആയത്താണ് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. അപ്പോൾ
ആ മനുഷ്യനെയും അള്ളാഹു ആദരിച്ചു. സയ്യിദുനാ സൽമാൻ കരയാൻ തുടങ്ങി. എനിക്ക് ആളില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല, ഏതോ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ കൂടിയിട്ട് ദരിദ്രനായി പോയതുകൊണ്ടല്ലേ, ഇന്നെ കണ്ടിട്ടല്ലേ അവർ തിരിച്ചു പോയത് നബി എന്ന് പറഞ്ഞ് മദീന പള്ളിയുടെ മൂലയിലിരുന്ന് സൽമാൻ കരയുമ്പോൾ നബി ഓടിച്ചെന്നത് പറഞ്ഞു, അവർ പോയിക്കോട്ടെ സൽമാന്, നിനക്കെന്താ, നിനക്ക് കുടുംബം ഇല്ലാന്നോ, നിനക്ക് കുടുംബമില്ല എന്നാരാ പറഞ്ഞത്? സൽമാനും മിന്നി വമിൻ അഹ്ലി ബൈത്തി എന്ന് പുണ്യ റസൂൽ. അഹ്ലു ബൈത്ത് അല്ലാത്ത ഒരാളെ മാത്രമേ അഹ്ലു ബൈത്തിലേക്ക് കയറ്റിയിട്ടുള്ളൂ, അത് അനറബിയായ സൽമാനെയാണ് റളിയല്ലാഹു അൻഹു. പിന്നെ ഒരു അനറബി നാട്ടിൽ നിന്ന് റോമക്കാരൻ വന്നിട്ട് മുസ്ലിമായിട്ടുണ്ട്, അത് സുഹൈബാണ്. സുഹൈബിനും ആയത്തിറങ്ങിയിട്ടുണ്ട്. ഇത് വളരെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് പഠിക്കേണ്ട ഒരു വാതിൽ ഞാൻ അങ്ങനെ തുറന്നു തരാം, പഠിക്കണം. ഈ തൗഫീഖ് ബാണപ്പെരുമാൾ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയതാണ് കേരളം. ആ ബാണപ്പെരുമാളെ സുലൂക്കിലാണ് സമസ്ത. അതാര് തകർത്താലും അവര് തകരുന്നല്ലാതെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിലേക്ക് ഒരു ചുക്കും സംഭവിക്കുകയില്ല. ഇത് പറയാനാണ് ഞാനിത് പറയുന്നത്. ഇതൊന്നും നമ്മളെ മഹത്വമല്ല, ബാണപ്പെരുമാൾ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഹത്വമാണ്. മൂന്നാമത്തെ അനറബി ബഹുമാനപ്പെട്ട സുഹൈബാണ് റളിയല്ലാഹു അൻഹു. സുഹൈബിനായിട്ടിറങ്ങിയല്ലോ. സുഹൈബിനെ ഒരു ഉറുപ്പ്യല്ലാതെ സുഹൈബ് കയറി വന്നപ്പോ നബി പറഞ്ഞു, ലാഭക്കാരൻ വന്നല്ലോ, ലാഭക്കാരൻ വന്നല്ലോ, വലിയ ലാഭമുള്ള ആളാണ് ഈ വന്നത് എന്ന്. ആ സുഹൈബിന് വേണ്ടി ആയത്തിറങ്ങി. ഏതായത് ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. സുഹൈബിന് ആയത്തിറങ്ങി റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ അനറബി നാടുകളിൽ സ്വഹാബികൾ പോയി ദഅവത്ത് നടത്തിയിട്ടുണ്ട് സ്ഥിരം. പക്ഷെ അനറബി നാടുകളിൽ നിന്ന് നബിയെ തേടി വന്ന സ്വഹാബികൾ അപൂർവം അവരെ അള്ളാഹുവും റസൂലും ആദരിച്ചിട്ടേ ഉണ്ട്. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ മദീനയിലെ സ്വഹാബികൾ തടിച്ചുകൂടി മയ്യിത്ത് നിസ്കരിക്കണം. ആരാ മയ്യിത്ത് നിസ്കരിക്കേണ്ടത്? അപ്പോൾ എല്ലാവരും പറഞ്ഞു, സുഹൈബ് നിൽക്കട്ടെ, സുബൈബ്. ആരുണ്ട് അവിടെ? ഇബ്നു ഉമർ ഉണ്ട് റളിയല്ലാഹു അൻഹു. ഇബ്നു ഉമർ ആരാ? മിൻ അഷ്ഹരി ഫുഖഹാഇ സ്വഹാബ മുത്തബിഉ സുന്ന. ലോകം കണ്ട മഹാവിജ്ഞാനത്തിന്റെ ചക്രവർത്തിയാണ് ആര്? ഇബ്നു ഉമർ റളിയല്ലാഹു. എന്നിട്ടും ഇമാമത്ത് നിന്നതാരാ? സുഹൈബ് ബിൻ സിനാൻ അർ-റുമി റളിയല്ലാഹു അൻഹു. വളരെ ചിന്തിക്കണം. ഇവിടെയാണ് താജുദ്ദീന്റെ കറാമത്ത്. ആരാണ് താജുദ്ദീൻ? ബാണപ്പെരുമാൾ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു. ഈ നാട് തൗഫീഖുള്ള ഒരു നാടാണ്. ഈ നാട്ടിൽ നമ്മൾ ജനിച്ചത് അള്ളാഹുവിന്റെ തൗഫീഖാണ്. അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. ഞാൻ അതിന്റെ ഒരു വാതിലിങ്ങനെ തുറന്നതാണ്. ആ വാതിലിലൂടെ പോയ അന്യം ആളെ കിട്ടും. എവിടെ അനറബികൾ സ്വഹാബിയാ വന്നു. ജാ മലികും മിനൽ ഹിന്ദ് ഇലാ റസൂലില്ലാഹ് വമഅഹു ശൈഉൻ മിനസ് സൻജബീൽ. ഹാക്കിം രേഖപ്പെടുത്തിയതായി കാണാം. ഇഞ്ചി പെട്ടിയിൽ കെട്ടിയിട്ട് ഒരാൾ വന്നു, രാജാവ് വന്നു മുത്തുനബിയെ കാണാൻ. ഇഞ്ചി പെട്ടി കെട്ടിയ വന്നത്. 21 പെട്ടി ഉണ്ടായിരുന്നു ഇഞ്ചി. ഇഞ്ചി എന്നാൽ സ്വർഗത്തിലെ വിഭവമാണ് ഇഞ്ചി. അത് തെന്നിന്ത്യയിൽ സുലഭമായി കിട്ടും. തെന്നിന്ത്യയിൽ സുലഭമായി കിട്ടുന്നതാണ് ഇഞ്ചി. അത് സ്വർഗത്തിലെ വിഭവമാണ്. മാത്രമല്ല അത് ഭൂമിയിലെത്താൻ കാരണം ആദം നബി കരഞ്ഞതാണെന്നാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ താരീഖിൽ ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഏതായാലും വളരെ ചിന്തിക്കണം. ഈ നാട്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട ബാണപ്പെരുമാൾ റളിയല്ലാഹു അൻഹു പോയി മുസ്ലിമായി. അവർ ഇവിടേക്ക് പിന്നെ സലാലെത്തിയപ്പോൾ രോഗിയായി വഫാത്തായപ്പോൾ പിന്നെ ഓല കൊടുത്തയച്ചു ഇവിടുത്തെ രാജാക്കന്മാർക്ക്. ഓലയും കൊണ്ടാണ് പിന്നീട് ബഹുമാനപ്പെട്ട തളങ്കരയെ കിടക്കുന്ന മാലിക്കുദ്ദീനാർ അടക്കമുള്ളവർ വന്നിട്ടുള്ളത്. എന്താണ് ഇവിടെ ഉലമാക്കൾ ചെയ്തത്? ഉലമാക്കൾ ചെയ്ത് ശ്രദ്ധിക്കണേ, ഞാൻ നീട്ടിയൊന്നും പറയില്ല. ഉലമാക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ ചെയ്തത് എന്ത്? അമ്പിയാക്കി ചെയ്തത് എന്താ? അമ്പിയാ ചെയ്തത്? ഇങ്ങോട്ട് നോക്ക്. വളരെ ചിന്തിക്കണം. ഞാനൊരു പറയുന്നത് വളരെ കുറഞ്ഞ നേരാണെങ്കിലും ബഹുമാനപ്പെട്ട ചെറുപ്പക്കാര് വളരെ ഗൗരവമായി ചിന്തിക്കണം. ഈ കൂട്ടത്തിലൊക്കെ ചെറുപ്പക്കാരുണ്ടാവും.
കാര്യങ്ങൾ ഒരു 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 ഒഴുക്കിന് മനസ്സിലാക്കിയാൽ പോരാ, അതിന്റെ യഥാർത്ഥം മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത് ചിന്തിക്കണം. എന്താണ് അമ്പിയാക്കൾ ചെയ്തത്? അമ്പിയാക്കൾ ചെയ്തത് നിസ്കരിപ്പിക്കലല്ല, അമ്പിയാക്കൾ ചെയ്തത് നോമ്പൊൽപ്പിക്കലല്ല, ഒന്നുമല്ല. നിസ്കരിപ്പിക്കലാണ് മർമ്മം എന്ന് പറഞ്ഞത് തബ്ലീഗരാണ്. അമ്പിയാക്കൾ അങ്ങനെ പറഞ്ഞിട്ട് തന്നെയല്ല. അതൊന്നും മർമ്മേ അല്ല, അതൊന്നും മർമ്മം എന്ത്, അത് ഫുറൂഇയ്യാത്ത്. അമ്പിയാക്കൾ എന്താ ചെയ്തത്? അമ്പിയാക്കൾ ചെയ്തത് നിസ്കരിപ്പിക്കലല്ല, അമ്പിയാക്കൾ ചെയ്തത് നോമ്പ് നോൽപ്പിക്കലുമല്ല. അതൊക്കെ ഇല്ലേ, ഉണ്ട്, പക്ഷെ അത് മർമ്മല്ല. ചെയ്യണ്ടേ, ചെയ്യണം, പക്ഷെ മർമ്മല്ല, ഒരിക്കൽ മർമ്മല്ല. അമ്പിയാക്കൾ എന്താ ചെയ്തത്? അമ്പിയാക്കൾ ചെയ്തത് മനുഷ്യന്റെ ഈമാൻ കാക്കലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബസ് ബസ് അത്രേ ഉള്ളൂ. ഇത് ഇബ്രാഹിം നബിയുടെ ഓർമ്മയാണല്ലോ, സയ്യിദ്ന ഇബ്രാഹിം. എന്തോർമ്മ, എന്തോർമ്മ! ഇബ്രാഹിമിന്റെ ഈമാന്റെ ഓർമ്മ. അമലിൽ ഓർമ്മയില്ല, അമലിൽ ഓർമ്മ തന്നെ ഇല്ല. ഇബ്രാഹിം വളരെ ത്യാഗിയാണ്. സയ്യിദ്ന ഇബ്രാഹിം ത്യാഗിയ, സയ്യിദ്ന ഇബ്രാഹിം. പക്ഷെ അത് അമലല്ല, ഈമാനിലാണ്. അമലിൽ വലിയ സുഖമുള്ള ആളായിരുന്നു ഇബ്രാഹിം. പറ, സയ്യിദ്ന ഇബ്രാഹിം അമലിൽ വലിയ സുഖമുള്ള ആളാ സയ്യിദ്ന ഇബ്രാഹിം. ഇബ്രാഹിമിനെ അഗ്നിയിലേക്ക് എറിയപ്പെട്ടു സയ്യിദ്ന ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോൾ ഇബ്രാഹിം ത്യാഗത്തിന് തയ്യാറായി. എവിടെ ത്യാഗത്തിന് തയ്യാറായത്? ത്യാഗം. അവർ അഗ്നിയിലേക്ക് എറിയാൻ ഒരുങ്ങിയപ്പോൾ ഈമാൻ ത്രസിച്ച് പിടിച്ച്, ഈമാന്റെ ഉയർത്തിപ്പിടിച്ചു നിന്നു സയ്യിദ്ന ഇബ്രാഹിം. അപ്പോഴൊന്നും കർമ്മല്ല, അപ്പോഴൊക്കെ ഈമാനാണ്. കർമ്മം എപ്പോഴാ? തീയിലേക്കിടുമ്പോഴാ. അപ്പോൾ ഇബ്രാഹിമിന് കർമ്മം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എനിക്ക് വിയർപ്പുണ്ട്, അതിന്റെ അധ്വാനം കൊണ്ടാണ്. ഇത്ര പോലും ഇല്ല ഇബ്രാഹിം നബിക്ക് തീയിൽ. ഒന്നുമില്ല. قلنا يا نار كوني بردا وسلاما على إبراهيم. ഇവിടെ പല പാർട്ടികളും വന്നു, പല അമലും പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ചു. ആലിമീങ്ങൾ എന്ത് ചെയ്തു? ആലിമീങ്ങൾ ജനങ്ങളുടെ ഈമാൻ കാത്തു. വളരെ ചിന്തിക്കണം, വളരെ ഗൗരവമായി ചിന്തിക്കണം, വളരെ ആലോചിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. സയ്യിദ്ന ഇബ്രാഹിം അലൈഹിസ്സലാം, ഒന്നുകൂടി പറയാ, ഇബ്രാഹിമിന്റെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഈമാനാണ് അമ്പിയാക്കൾ കാത്ത വലിയ കാര്യം. അതാണ് കേരളത്തിലെ ഉലമാക്കൾ കാത്തതും. അമൽ ചെയ്യിപ്പിച്ചിട്ടില്ലേ? തീർച്ചയായും ഉണ്ട്. അവര് അമൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അമല് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷേ അമലിന്റെ പെരുമ പറഞ്ഞിട്ട് ഈമാനെ മറപ്പിച്ച ജനതയല്ല നമ്മുടെ ആലിമീങ്ങൾ. ആലിമീങ്ങൾ എന്നും നിന്നത് ഈമാന്റെ പക്ഷത്താണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന്റെ പേരിലാണ് നമ്മുടെ ആലിമീങ്ങളെ പലരും ആക്ഷേപിച്ചതും. ഞങ്ങൾ സ്കരിക്കാൻ വിളിക്കല്ലേ എന്ന് തബ്ലീഗുകാർ പറയും. ഈമാൻ അവർ തീരെ ശ്രദ്ധിക്കൂല. തബ്ലീഗുകാരെ പള്ളി കേൾക്കണ്ട നമ്മൾ ഉസ്താദുമാരും പറയും. പള്ളിയിൽ വന്നു പോയിക്കോട്ടെ, പാർക്കാൻ നമ്മൾക്ക് എന്തുകൊണ്ട്? അവർ അമ്പിയാക്കൾക്കെതിരായ കൂട്ടരാണ്. അമ്പിയാക്കൾ ശ്രദ്ധിച്ചത് അമലിലല്ല, ഈമാനിലാണ്. തബ്ലീഗുകാരെ ശ്രദ്ധിക്കുന്നത് അമലില്ല. ഈമാൻ അവർക്ക് പ്രശ്നമേ ഇല്ല. ഈമാൻ അവര് കുനൂത്തോടുള്ള പള്ളിയിലായ കുനൂത്തോടിന്റെ പള്ളിയിലായ കുനൂത്തോടൂല. അതിൽ വഹാബി ആയാലും വേണ്ടില്ല, മൗദൂദി ആയാലും വേണ്ടില്ല. എവിടെയാണ് അവളുള്ളത്, എവിടെയാണ് നല്ല തൂറാൻ സ്ഥലം ഉള്ളത്, അങ്ങനെ തൂറാൻ സ്ഥലമുള്ള പള്ളി കയറി നിസ്കരിക്കാന്നുള്ള അതൊന്നുമല്ല ഇസ്ലാം മതം. ഇസ്ലാം മതത്തിന്റെ മർമ്മം ഈമാനാണ്. അമൽ പോലും ഒരു ചുക്കുമല്ല. ഈമാനിലേക്ക് ചേർത്താൽ അമലൊന്നുമല്ല, ഒന്നുമല്ല. ഒരു സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം ഒരു മനുഷ്യൻ മുസ്ലിമായി, വെയിലുദിച്ചിട്ട് മുസ്ലിമായി. ഖൈബറിൽ വെച്ച് ളുഹറിന്റെ മുമ്പ് അയാൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു വാക്ക് അയാൾക്ക് കിട്ടിയില്ല. സുബഹിയുടെ നേരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചുയർന്ന് മുസ്ലിമായി, നബിയുടെ അരികിൽ വന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ളുഹറിന്റെ ബാങ്കിന് മുമ്പ് മരിക്കുകയും ചെയ്തു. ഈ മനുഷ്യനെ ളുഹറിന്റെ ബാങ്ക് കൊടുക്കുന്ന മുമ്പ് തന്നെ മറവിയാൻ റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്ന് സ്വഹാബികൾ മറവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ റസൂലുള്ള ഖബറിന്റെ അരികിൽ നിൽക്കുന്നതിനിടയിൽ റസൂലുള്ള പെട്ടെന്ന് ബാക്കിലേക്ക് അങ്ങോട്ട് മാറി
ഫദിഫിനു, വേഗം മറവ് ചെയ്താലേ പെട്ടെന്ന് മറവ് ചെയ്യുന്നതാണ്. റസൂലുള്ള മാറി അങ്ങോട്ട് പോയി. ഇവർ മറവ് ചെയ്ത് പിന്നെ നബിയുടെ അരികിലേക്ക് വന്നു. എന്തേ നബി എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞു റായിത്തുൽ ഹുറൈനി തദ്ഖുലാനി ഖബറഹു വതൻസിയാനി കഫനഹു. എടുത്തു നോക്ക്, വാഖഅത്തു ഖൈബറിൽ സ്വഹീഹ് മുസ്ലിം ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹബീബായ നബി പറഞ്ഞു, ഞാൻ നോക്കുമ്പോ സ്വർഗത്തിൽ നിന്ന് 2 പെണ്ണുങ്ങളെ അള്ളാഹ് അയച്ചിട്ടുണ്ട് ഈ മനുഷ്യനെ ചുംബിക്കാൻ. ആ പെണ്ണുങ്ങളെ സൗന്ദര്യം കൊണ്ട് ഖബർ ഇങ്ങനെ പ്രകാശിക്കുന്നു. കാണാൻ പറ്റൂലല്ലോ, അയാളെ ഭാര്യമാരല്ലേ. ഞാൻ അവിടുന്ന് മാറണ്ടെന്ന് വിചാരിച്ച് ഞാൻ മാറിയതാ. നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾക്ക് അവിടെ നിൽക്കാം, ഞാൻ അങ്ങനെ കാണുന്നുണ്ട് എന്ന് മുത്തുനബി. ഈ ഹദീസിന്റെ അവസാനത്തെ ലഫ്ള് വലം യസ്ജുദ് ലില്ലാഹി സജദതൻ വാഹിദ. ഒരു സുജൂദ് പോലും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. വളരെ ചിന്തിക്കണം. അപ്പോൾ ഏറ്റവും വലിയ അമലാണല്ലോ സുജൂദ്. അഖ്റബുമായ യകൂനുൽ അബ്ദു ബി റബ്ബിഹി വഹുവ സാജിദുൻ. അപ്പോൾ അതൊന്നും മർമ്മമല്ല. എല്ലാ സുജൂദിലും പങ്കെടുത്തിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഖബ്ബഹുല്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന് പറയണ്ട, ഖബ്ബഹുല്ലാഹ്. അറബിയാണ് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണ്ട. ഒന്ന് ഇടമലോ ആലോചിക്കണം ഏതത് സാധനം. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ നിസ്കാരത്തിന് പങ്കെടുക്കും. എങ്ങനെ പങ്കെടുക്കും? സൊഫ് ശരിയാക്കിക്കും. ബിലാൽ ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് സൊഫ് ശരിയാക്കി നിർത്തിക്കും. ആര്? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനെ പറ്റിയാണ് ഇന്നൽ മുനാഫിഖീന ഫിദ്ദിർക്കിൽ അസ്ഫലി മിനന്നാർ എന്നായിട്ട് ഇറങ്ങിയത്. ചിന്തിക്കും, അല്ലാഹു കാക്കട്ടെ. അമലില്ലേ? എന്ത് ഈമാനില്ല. ഇയാളാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെ തോന്നിയാസം പറഞ്ഞുണ്ടാക്കിയത്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കണം, ചിന്തിക്കണം. മനുഷ്യന്മാരെ പഠിക്കേണ്ടത് ഈമാനാണ്, പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഈമാനാണ്. സയ്യിദുനാ ഇബ്രാഹിം തന്റെ കുഞ്ഞിനെ അഗ്നികുണ്ഡത്തിലേക്ക് തന്റെ കുഞ്ഞിനെ അറക്കാൻ കൊണ്ടുപോയതിന്റെ ഓർമ്മയാണല്ലോ ഇത്. എവിടെയാ അവിടെയും ത്യാഗം ഈമാനിലാണ്. അറക്കാനുള്ള സന്നദ്ധതയിൽ. അതല്ലേ ഈമാൻ. കർമ്മല്ലല്ലോ. കർമ്മ ആടിനല്ലേ അർത്ഥത്? ആടിന് പൈസ കൊടുത്തിട്ടില്ല, അള്ളോട് ചോദിച്ചിട്ടില്ല. നമ്മൾ ആടിനെ പോത്തിനെ അറക്കുന്ന സുഖം വിഷമം പോലും സത്യത്തിൽ അമലിൽ ഇബ്രാഹിമിനില്ല അലൈഹിസ്സലാം. നോക്കൂ നിങ്ങൾ, വളരെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ മർമ്മം എന്താണ് ആലിമീങ്ങൾ ചെയ്തത്? ആലിമീങ്ങൾ ചെയ്തിട്ടുള്ളത് അൽ ഉലമാ വറസത്തുൽ അംബിയാ. ചിന്തിക്കും, ആലിമീങ്ങൾ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മയും ഈ സാധുക്കളായ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. മനസ്സ് തുറക്കുക, അള്ളാഹു തല ഉൾപ്പെടുത്തട്ടെ. മാത്രമല്ല ഒരു ഹദീസ് നോക്കി കേട്ടോളൂ, എന്നിട്ട് നമുക്കതൊന്ന് വിശദീകരിച്ച് നോക്കാം. ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനീ ഇസ്രായീൽ. എന്റെ സമുദായത്തിലെ ആലിമീങ്ങൾ ഇസ്രായേലിലെ നബിമാരെ പോലെയാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവർക്കൊക്കെ ബാപ്പയാണ് സയ്യിദുനാ ഇബ്രാഹിം. ഇബ്രാഹിമിനെ ബാപ്പ എന്ന ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ട്. എവിടെ ബാപ്പ? ആദമും ബാപ്പയാണ്, ഇബ്രാഹിമും ബാപ്പയാണ്. പക്ഷെ എന്താ വ്യത്യാസം? ആദം ശരീരത്തിന്റെ ബാപ്പയാണ്, ഇബ്രാഹിം റൂഹിന്റെ ബാപ്പയാണ്. റൂഹിന്റെ ബാപ്പ എന്ന് പറഞ്ഞാൽ റൂഹിന്റെ തഖ്ദീസിന്റെ വേണ്ടി നിലകൊണ്ടതാണ്. അത് ആദർശമാണ്. വളരെ ചിന്തിക്കണം, അത് ആദർശമാണ്. ശരീരത്തിന്റെ ബന്ധമല്ല ഇബ്രാഹിം നബിയോട്. ശരീരത്തിൽ ബന്ധമുള്ളത് തങ്ങന്മാർക്കാണ്. നമുക്കോ? തങ്ങന്മാർക്ക് ശരീരത്തിലും ബന്ധമുണ്ട്, ആദർശത്തിലും ബന്ധമുണ്ട്. നമുക്ക് ഇബ്രാഹിം നബിയുമായി ശരീരത്തിൽ ബന്ധമില്ല, ആദർശത്തിൽ ബന്ധമുണ്ട്. സ്വലാത്തുല്ലദീന അൻഅംത അലൈഹിം. ഇബ്രാഹിമിന്റെ ആദർശത്തിൽ നിലകൊള്ളണം എന്നാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. അതതിന്റെ അർത്ഥം, അതാണ് അതിന്റെ അർത്ഥം. ഇബ്രാഹിമിന്റെ ആദർശത്തിൽ നിലകൊള്ളുക എന്നതിന്റെ അർത്ഥം. എന്തുകൊണ്ട്? സ്വലാത്തുല്ലദീന അൻഅംത എന്ന് മുത്തുനബിയോട് പറഞ്ഞാൽ നിഅമത്ത് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ ആൾ ഇബ്രാഹിമാണ്. തല കൊടുത്ത് ചിന്തിക്കണം. സ്വലാത്തുല്ലദീന അൻഅംത.
മുത്തുനബിയോട് അള്ളാഹ് പറഞ്ഞു സിറാത്തല്ലദീന അൻഅംത. ലോകത്ത് അള്ളാഹു ഏറ്റവും നിഅമത്ത് ചെയ്ത ആൾ സയ്യിദുന മുഹമ്മദ് മുസ്തഫ, രണ്ടാമത്തെ ആൾ സയ്യിദുന ഇബ്രാഹിം. അപ്പോൾ സിറാത്തല്ലദീന അൻഅംത, അള്ളാഹു നിഅമത്ത് ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ മുത്തുനബിയോട് പറഞ്ഞാൽ ഒന്നാമത്തെ ആൾ ഇബ്രാഹിം. പിന്നെയോ ഇബ്രാഹിമിന്റെ മാർഗത്തിൽ നിലകൊണ്ടവരും ഏത് ഈമാനിൽ, എന്തല്ല ശരീരത്തിലല്ല, ഗൈറിൽ മഗ്ദൂബി അലൈഹിം. ഇത് യഹൂദികളാ. യഹൂദികൾക്ക് ഇബ്രാഹിം നബിയോട് ശരീരത്തിൽ ബന്ധമുണ്ട്, ആദർശത്തിൽ ബന്ധമല്ല. അവരെ പുറത്താക്കി. വലല്ലാഹീൻ, അത് നസാറത്ത. നസാറത്തിന് ഇബ്രാഹിം നബിയോട് ശരീരത്തിൽ ബന്ധമുണ്ട്, ആദർശത്തിൽ ബന്ധമല്ല. എന്തുകൊണ്ട് ശരീരത്തിൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞു? ഇത് ബനു ഇസ്രായേലാ. ഈ പറഞ്ഞ മഗ്ദൂബി അലൈഹിം ബനു ഇസ്രായേലാണ്, ലാലീനും ബനു ഇസ്രായേലാണ്. എന്തുകൊണ്ട്? ആദർശത്തിലല്ല അവർക്ക് ബന്ധം, ശരീരത്തിലാ. ശരീരത്തിൽ ബന്ധമായിട്ടുള്ള ഒരു കാര്യമില്ല. ശരീരം അമലിന്റെ വേദിയ, ആദർശത്തിന്റെ വേദിയാണ് സത്യത്തിൽ റൂഹ്, ഈമാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൊന്നുമോനാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബിയുടെ പൊന്നുമോനാണ് സയ്യിദുന യാക്കൂബ്. യാക്കൂബ് നബിയുടെ ഓമന പേരാണ് ഇസ്രായേൽ. അപ്പോൾ ബനു ഇസ്രായേൽ മൊത്തം ഇബ്രാഹിം നബിയുടെ പേരമക്കളാ, പക്ഷേ ശരീരത്തിൽ ആദർശത്തിലല്ല. അപ്പോൾ വിഷയം ആദർശമാണ്. അതാണ് വളരെ ആദർശമോ. ശരീരത്തിന്റെ കർമ്മത്തിൽ പിഴച്ചാൽ സാരല്ല, അള്ളാഹ് മാപ്പാക്കും. മിനയിൽ നിന്നില്ല എങ്കിൽ അറുത്തുകൊടുത്താൽ മതി. മിനായിൽ നിന്നില്ല, അറുത്തുകൊടുത്താൽ മതി. വ്യാപാരത്തില്ല, അറുത്തുകൊടുത്താൽ മതി. അമലിലെ കമ്മിക്ക് പരിഹാരമുണ്ട്. അമൽ ഈമാന്റെ ഏറ്റവും വലിയ ഒരു മൽഹർ ആണെങ്കിൽ പിന്നെ അവിടെ ഈമാൻ എന്ന നിലക്ക് പരിഹാരം ഉണ്ടാവില്ല. വളരെ വളരെ ചിന്തിക്കണം. ഈമാനാണ് അടിത്തറ. ഈമാൻ കാക്കുകയാണ് ആലിമീങ്ങൾ ചെയ്തത്. മുത്ത് മുഹമ്മദ് മുസ്തഫ അമലിലെ പിഴവ് കൊണ്ട് ഒന്നും വരാനില്ല, ഈമാനിലെ പിഴവ് കൊണ്ട് വരാനുണ്ട്. പുണ്യ റസൂൽ മുസ്തഫ ستفترق أمتي على 73 ملة كلهم في النار. എന്റെ സമുദായം 73 സമുദായമാകുമെന്ന് പുണ്യ റസൂൽ. 73 പാർട്ടി എന്നല്ല. ചില ആളുകൾ പാർട്ടി എന്ന് പറയാറുണ്ട്, അത് തെറ്റാണ്. മില്ലത്തിന് പാർട്ടി എന്ന് അർത്ഥം വെക്കുന്നത് ശരിയല്ല. അൽ മില്ലത്തു എടുത്തു നോക്കൂ, അദ്ദീൻ. അൽ മില്ലത്തു അദ്ദീൻ. ലിസാൻ അറബ് എടുത്തു നോക്ക്, മുഞ്ചിനെടുത്തു നോക്ക്. അൽ മില്ലത്തു അദ്ദീൻ. ستفترق أمتي على 73 ملة. എന്റെ സമുദായം 73 സമുദായമായി മാറും എന്ന് പുണ്യ റസൂൽ. ഉറക്കപ്പറ പുണ്യ മുഹമ്മദ് മുസ്തഫ. അമലിലെ വ്യത്യാസമല്ല, അമലിലെ വ്യത്യാസം ഒരു പ്രശ്നമല്ല. അമലിൽ വ്യത്യാസമുണ്ട്. ഉസ്താദിന് ശിഷ്യനും വ്യത്യാസമുണ്ട്. ഉസ്താദ് മാലിക് ഇമാമ്, ശിഷ്യൻ ഷാഫി ഇമാമ്, രണ്ടും ആദർശത്തിലൊന്ന്. ഒന്ന് ഉസ്താദ്, ഒന്ന് ശിഷ്യൻ. ഇനി താഴത്തിൽ വന്നാലോ, ആ ഉസ്താദിന്റെ ശിഷ്യൻ ഇമാം ഷാഫി എന്ന ഷാഫി തങ്ങൾ പിന്നെ ഉസ്താദായി. അവരെ ശിഷ്യൻ ആര്? അഹ്മദ് ബിൻ ഹംബൽ. ആദർശം ഒന്ന്, അമൽ വ്യത്യാസമുണ്ട്. അമൽ വ്യത്യാസം ഒരു പ്രശ്നമല്ല, അമൽ ഒന്നുമല്ല. അമൽ ഒന്നുമല്ല. ഈമാനിലേക്ക് ചേർത്താൽ അമൽ ഒന്നുമല്ല, ഒന്നുമേ അല്ല. ഈമാനാണ് വിഷയം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അമലിൽ പഴച്ചാൽ നരകമുണ്ടായാലും സ്വർഗം ഉണ്ടാവും. ഈമാനിൽ പഴച്ചാൽ അമൽ എത്ര ഉണ്ടായാലും ഖുലൂദ് ഉണ്ടാവും. അള്ളാഹു കാക്കട്ടെ. വളരെ ഇതാണ് നമ്മളെ. ഇത് വഹാബിക്ക് മനസ്സിലായില്ല. ഇത് വഹാബിക്ക് മനസ്സിലാവുകയുമില്ല. വഹാബിക്ക് മനസ്സിലാകാത്തത്, വഹാബിക്ക് അള്ളാഹു തൗഫീഖ് കൊടുത്തില്ല. അവർ അവരുടെ വിജ്ഞാനത്തെ അവരിൽ പരിമിതപ്പെടുത്തി. വഹാബികൾ ആദ്യം ഉണ്ടാക്കിയ ഡിഗ്രി അഫ്ളലുൽ ഉലമയാണ്. നമ്മൾ ഇക്കാലം വരെ ഒരു കോളേജിൽ അഫ്ളലുൽ ഉലമ എന്ന് കൊടുത്തിട്ടില്ല. അഫ്ളലുൽ ഉലമ എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെ ആളില്ല. എല്ലാ ആലിമീങ്ങളും ഏറ്റവും ആലിമീങ്ങളെ കൂട്ടത്തിലും ഏറ്റവും ശ്രേഷ്ഠനായ ആൾ എന്നാണ് അഫ്ളലുൽ ഉലമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഈ മുറിങ്കയ്യം കള്ളിക്കുപ്പായം ഇട്ട് നടക്കുന്ന ഇവനാണ് എന്ത്? അഫ്ളലുൽ ഉലമ. ചിന്തിക്ക്. ആലിമീങ്ങളോ? ആലിമീങ്ങൾ ഒരിക്കലും ഞാൻ ആലിമാണെന്ന് പറഞ്ഞില്ല. സയ്യിദുന അലി പോലും റളിയല്ലാഹു അൻഹു ഞാൻ ആലിമാണെന്ന് പറഞ്ഞില്ല. സയ്യിദുന അലി എനിക്ക് വിവരമില്ലാത്ത കാര്യത്തിലാണ് എന്റെ സന്തോഷം, എനിക്കറിവുണ്ട് എന്ന് പറയുന്നതിലെല്ലാം സയ്യിദുന അലി.
ആരാ സയ്യിദുന അലി? ഞാനെങ്ങാനും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് വ്യാഖ്യാനിച്ചാൽ 80ഓളം ഒട്ടകങ്ങൾ വഹിക്കാൻ കുഴങ്ങുമെന്ന് സയ്യിദുന അലി. എന്റെ ആയത്തുൽ തളമ്മനത് ജമീഅ ശറഅ, സകല ശരീഅത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് സയ്യിദുന അലി. അത് അഫ്ളലുൽ പറയുന്നത് പരമകാരുണികനും കരുണാനിധിയും എന്നാണ്. കരുണാനിധി മരിച്ചിട്ടില്ല, തമിഴ്നാട്ടിലുണ്ട്. കരുണാകരൻ കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പൊ അയാളെ പ്രതിമ ഇടക്കിടക്കൊക്കെ കാണാറുണ്ട്. അതാണ് ഇവര് പറയുന്ന കരുണാനിധി, കരുണാകരൻ. ഇതല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ അർത്ഥം 80ഓളം ഒട്ടകങ്ങൾ, ഞാനതിന്റെ മാന പറഞ്ഞാൽ 80ഓളം ഒട്ടകം വഹിച്ചാലും കുഴങ്ങും എന്ന് സയ്യിദുന അലി. ആ അലിയും അഫ്ളലുൽ ഉലമ പറഞ്ഞിട്ടില്ല. അപ്പൊ കുരുത്തക്കേട് ഒന്നാമത്തെ തന്നെ പറ്റിപ്പോയി. ഇനി അത് നന്നാവില്ല. വളരെ എവിടെ കുഴപ്പം ഈമാനിലാണ്. കോലം നല്ല കോലല്ലേ തെബിലീഗുകാരെ കോലം? ഹാളിയർ പാപ്പാന്നല്ലേ പറയാൻ തോന്നുന്ന. തെബിലീഗുകാരന്റെ താടിയും കുപ്പായോ ഒക്കെ അങ്ങനെ കണ്ടാൽ ലാഭമാണ്. ബാർബർ ഷാപ്പ് കയറാതിരിക്കാൻ പറഞ്ഞാൽ ലാഭമുള്ള കേസല്ലേ? നല്ല ലാഭമാണ്. ഇനി അവസ്ഥ കുപ്പായോ നീട്ടി, താടിയും നീട്ടി, ഇനി തൽക്കാലം അങ്ങാടിയിൽ നിന്ന് തുണി കഴിഞ്ഞാൽ പോലും അവറത്തോട്ട് കാണൂല, അതിന് മാത്രം നീളം. അപ്പൊ എല്ലാ കാര്യത്തിലും കൊപ്പിച്ചിട്ടുണ്ട്. എവിടെയല്ല ഈമാൻ ഫാളിയ, അത് കുഞ്ഞായാലും മണ്ടില്ല, മുജാഹിദായാലും മണ്ടില്ല, ഇതൊന്നും വലിയ വിഷയമല്ല എന്ന് പറയും. മുത്തുനബി പറഞ്ഞ വിഷയം തന്നെയാണ്. എന്തുകൊണ്ട്? واتبعوا ملة إبراهيم ثم أوحينا إليك أن اتبع ملة إبراهيم എന്ന പരിശുദ്ധ ഖുർആൻ. അൽ മില്ലത്തു അദ്ദീനു. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ ജനങ്ങൾ തെറ്റിദ്ധരിക്കും. എന്തുകൊണ്ട്? പാർട്ടി എന്ന് പറഞ്ഞാൽ രാവിലെ ലീഗായോ ഉച്ചക്ക് കോൺഗ്രസ്സാവും. ഇനിയിപ്പോൾ അടുത്ത നവംബറിൽ നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുള്ള നടക്കാണ്ടിരിക്കാൻ കുറേ ലീഗ് കോൺഗ്രസ്സാവും, കുറേ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റാവും, കുറേ രണ്ടും കൂടി ദേളാവും, പൂച്ചയാവും, പാമ്പാവും, ഇങ്ങനെ പലരുമാവും. അതിൽ പ്രശ്നമില്ല. മുമ്പ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ ഒരു 10-25 കൊല്ലം മുമ്പ് ഒരു വൈകുന്നേരം NGO ഓഫീസർമാര് ഒരു അങ്ങാടിയിൽ ധർണ നടത്തിയിട്ട് പാട്ട് പാടുന്നുണ്ട് വിലക്കയറ്റത്തിനെതിരെ. ഇങ്ങനെയാ പാട്ട്. രാവിലെ ഒരു വില, ഉച്ചക്കൊരു വില, രാത്രിയായാൽ വില മാറി എന്ന്. അപ്പൊ ഒരുത്തങ്ങനെ പാടിക്കൊടുക്കും, മറ്റോനും അങ്ങനെ പാടും. കുറെ ആളുകൾ ബാക്കിലുണ്ട്, ഒരുത്തൻ മുന്നിലുണ്ട്. ഒരുത്തൻ അങ്ങനെ പാടും. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ തിണ്ടുമ്പോ കയറിയിരുന്ന് രാവിലെ ഒരു വില, ഉച്ചക്കൊരു വില, രാത്രിയായാൽ വില മാറി എന്ന് പാടും. ഇത് വിലയിലും പറ്റും, കോൺഗ്രസിലും ലീഗിലും പറ്റും, ദീനിൽ പറ്റൂല. ദീന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈമാൻ 6 കാര്യമാണ്. നൂഹ് നബിക്ക് 6 കാര്യമാണ്. ഷീസ് നബിക്ക് 6 കാര്യമാണ്. ഇദ്രീസ് നബിക്ക് 6 കാര്യമാണ്. ഇബ്രാഹിം നബിക്ക് 6 കാര്യമാണ്. ദാവൂദ് നബിക്ക് 6 കാര്യമാണ്. ഈസാ നബിക്ക് 6 കാര്യമാണ്. മുത്ത് നബിക്ക് 6 കാര്യമാണ്. അബുൽ അല മൗദൂദിക്ക് 5 കാര്യമാണ്. അവിടെ പ്രശ്നം. അബുൽ അല മൗദൂദിക്ക് ഈമാൻ 5ആണ്. മുത്ത് നബിക്ക് ഈമാൻ 6ആണ്. ആദം നബിക്കും ഈമാൻ 6ആണ്. അമൽ ആദം നബിക്ക് 1 വഖത്താണ്, മുത്ത് നബിക്ക് 5 വഖത്താണ്. അമൽ ചിലർക്ക് കൂടും, ചിലർക്ക് കുറയും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ചിന്തിക്ക്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അപ്പോൾ ഇതാണ് മർമ്മം. ഈമാൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് 30 കൊല്ലം ഇസ്രായേലി ജനതയെ ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ എല്ലാ ഭക്ഷണവും സൗകര്യവും കൊടുത്ത് സിനായ് മരുഭൂമിയിലാണ് നടത്തിയത്. എന്നിട്ട് ഒരു നന്നായില്ല. ഈമാനാണ് മറവ്. എന്നിട്ട് ഒരു പച്ചുപോയി. വളരെ ചിന്തിക്കണം. ഖുർആനിലെ അവസാനത്തെ സൂറത്തേത് ഈമാൻ തെറ്റും സൂക്ഷിക്കണം എന്നല്ലേ ഇതിനർത്ഥം? ഖുൽ ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. നെഞ്ച് നാശാക്കും. ആര്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. നാശാക്കിയാലോ നെഞ്ചിന്റെ ഉള്ളിൽ കുടിയിരിക്കുന്നത് ഈമാൻ അവൻ കട്ടുണ്ടോവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ നിർത്തിയിട്ട ലോറി ഒരു കള്ളം കെട്ടുകൊണ്ടുപോയാൽ ഒരു പേടിയില്ല. ഇൻഷുറൻസ് ഓഫീസിൽ കൊടുത്തിട്ട് ചിരിച്ചുകൊണ്ടിരുന്നാൽ മതി. 2 മാസത്തിനുള്ളിൽ പുതിയ ലോറി കിട്ടും. നമ്മളെ പുഴന്റെ ഉള്ളിൽ മുന്നിൽ നിർത്തിയിട്ട മോട്ടോർ സൈക്കിള് നേരം പൊളുക്കുമ്പോൾ കാണാനില്ല.
ഇൻഷുറൻസ് പേപ്പർ ക്ലിയർ ആണെങ്കിൽ ഒരു പേടിക്കേണ്ട, 2 ആഴ്ച കൊണ്ട് പുതിയ വണ്ടി എത്തി. പഴയ സീറ്റ് ഒന്ന് പുതിയതായി, പഴയ ഹാൻഡിൽ പുതിയതായി, പഴയ റിമ്മ് പുതിയതായി, പഴയ ടാങ്ക് പുതിയതായി. കട്ട് കൊണ്ടുപോയാൽ കിട്ടാത്ത ഒരു സാധനമേ ഉള്ളൂ, അത് ഈമാനാണ്. ഞാൻ 981 CH മുഹമ്മദ് കോയയുടെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട്. അതേ ഞാൻ കേട്ടിട്ടുമുള്ളൂ CHന്റെ പ്രസംഗം. അത് മലപ്പുറത്ത് സുന്നി സമ്മേളനം നടക്കുകയാണ്. 982 എൻ്റെ ഓർമ്മ. അങ്ങനെ അന്ന് CH ഉപമുഖ്യമന്ത്രിയുമാണ്. CHനെ ഇങ്ങനെ താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്നു. ആ പ്രസംഗം കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോൾ CH മരിച്ചും പോയിട്ടുണ്ട്. അങ്ങനെ താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്ന് അങ്ങനെ സ്റ്റേജിലേക്ക് ആള് താങ്ങിക്കൊണ്ടുവന്ന് കയറ്റി അങ്ങനെ എണീപ്പിച്ച് നിർത്തി. CH ഇങ്ങനെ പ്രസംഗിച്ചു തുടങ്ങി. ഞാൻ ഇവിടുത്തെ ഉപമുഖ്യമന്ത്രിയാണ്. ഇവിടെ അരിയിൽ മായം കൂട്ടിയാൽ ഞങ്ങളെ കയ്യിൽ നിയമമുണ്ട്, ഞങ്ങൾ പിടികൂടും. പഞ്ചസാരയിൽ മായം കൂട്ടിയാൽ ഞങ്ങളുടെ കയ്യിൽ നിയമമുണ്ട്, പിടികൂടും. മണ്ണെണ്ണത്തിൽ മായം കൂട്ടിയാൽ ഞങ്ങളുടെ കയ്യിൽ നിയമമുണ്ട്, ഞങ്ങൾ പിടികൂടും. എന്തിന് മായം കൂട്ടിയാലും ഞങ്ങളുടെ കയ്യിൽ നിയമമുണ്ട്, ഞങ്ങൾ പിടികൂടും. പക്ഷേ ദീനിൽ മായം കൂട്ടിയാൽ ഞങ്ങളുടെ കയ്യിൽ നിയമമല്ല, ഞങ്ങൾക്ക് പിടികൂടാനോട്ട് കഴിയൂല, അത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ആലിമീങ്ങൾ നോക്കി പറഞ്ഞ് അസ്സലാമു അലൈക്കും കഴിയുകയും ചെയ്തു. ഇതിന്റെ മനസ്സ് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തൊരു വാക്കാണ്. അത് വളരെ കൃത്യ സംഗതി. അയാളൊരു സാധാരണ ഒരു നാടനായ ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിലും ആ ഭാഷ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഷയായി എനിക്ക് തോന്നി. ഇവിടെ ആലിമീങ്ങൾ ചെയ്ത പണി എന്നതാ, ദീനിൽ മായം കൂട്ടുന്ന ആളുകളെ കൈകാര്യം ചെയ്തു. കള്ളത്തൊലിയക്കത്തുകാർ വന്ന് ഞാൻ പകരം ദിക്റല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ഈ പ്രദേശത്തുകാർ മുഴുവനോട് ആബിദീങ്ങളായി ദിക്ർ ചൊല്ലി. അപ്പോൾ ഔലിയപ്പാപ്പൻ നേരെ കിണറ്റിലേക്ക് ഇറങ്ങി. പിന്നെ കിണറ്റിന്റെ പരിസരത്ത് ഔലിയാന്റെ മുരീദന്മാരും. കണ്ണൂർ ജില്ലയിലാണ് സംഭവം. ദിക്ർ അങ്ങോട്ട് കൂടിയപ്പോൾ ആരോ ശംസുലമയോട് പറഞ്ഞ് ഉള്ളിൽ ഔലിയല്ല, അത് തവളയായിരിക്കും എന്ന്. ഒറ്റ വരവ്. എല്ലാവർക്കും പേടിയായി. കാരണം ഔലിയല്ലേ. അസമൂല്യരോട് പ്രസംഗിക്കാൻ വന്നു. ആദ്യം അസമൂല്യരോട് ആരോ പറഞ്ഞു പോകരുത്, തൊള്ളയില് തീയാണ്, ഔലിയപ്പാപ്പാന്റെ തൊള്ളയിൽ തീയാണ്, കുരുത്തക്കേട് വെച്ചെന്നാണ്. അപ്പൊ അസമൂല്യർ പറഞ്ഞ് ഔലിയപ്പാപ്പാന്റെ തൊള്ളയിൽ തീയാണെങ്കിൽ അസന്റെ തൊള്ളയിൽ വെള്ളമാണ്, അസനാണ് കെടുത്തിക്കോളും എന്നാണ്. ശംസുലമ പിന്നെ വന്നു. ഒറ്റ വേള ഔലിയാണെങ്കിൽ ഇറങ്ങി വാടാ, കിണറ്റിന്റെ ഉള്ളിലല്ല ഇരിക്കേണ്ടത്. ഔലിയാണെങ്കിൽ എന്റെ കറാമത്ത് കാട്ടെ. പിന്നെ ഔലിയപ്പാപ്പനെ നാട് കണ്ടിട്ടില്ല. ഇതാണ് ഒരു അവസ്ഥ. ഇതാണ് ആലിമീങ്ങൾ ചെയ്തത്. ഇതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. ഇവിടെ 921 വേദനാജനകമായ ഒരു പ്രയാസത്തിലുള്ള ഒരു സംഭവത്തിൽ സമസ്ത അതിന് ഉത്തരവാദിയുമല്ല. അങ്ങനെ ഒരു സംഭവത്തിൽ ഐക്യസംഘമാണ് ഇവിടെ ആ വിഷയത്തിന്റെ ഒരു അടിസ്ഥാന കാരണക്കാർ. അതിന്റെ മറ പിടിച്ച് അവർ വഹാബിയത്ത് പ്രചരിപ്പിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട കാലഘട്ടത്തിന്റെ കുതുബായിരുന്ന മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ റഹിമഹുല്ലാഹ് വലിയ ആലിമായിരുന്നു, വലിയ കുതുബായിരുന്നു, ആരിഫായിരുന്നു. കേരളത്തിന് അല്ലാഹു നൽകിയ വലിയ ഒരു തൗഫീഖ് ഏകദേശം എല്ലാമുള്ള അഹ്ലു ബൈത്തിന്റെ ഖബീലയിൽ കേരളത്തിൽ വന്നു എന്നതാണ്. അല്ലാഹു ഈ ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. അഹ്ലു ബൈത്തിന്റെ റൂട്ട് തന്നെ ഇങ്ങനെയാണ്: മദീന, ബസ്ര, തെരീം. തെരീമിൽ നിന്ന് 2 വഴി ഇന്തോനേഷ്യ, ഒരു വഴി കോഴിക്കോട്. ഇങ്ങനെയാണ്. തെരീം ഏതാ? യമൻ. യമനെ പറ്റി യമൻ വഴിയുള്ള ദീനാണ് യഥാർത്ഥ ദീൻ എന്ന മുത്തുനബി. അഹ്ലുൽ ബൈത്ത് മുഴുവനും വന്നു. ഇങ്ങനെ വന്നു. ചിന്തിക്കി. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا. ഈ ആയത്തിറങ്ങിയപ്പോ സ്വഹാബികൾ ചോദിച്ചു, മനിന്നാസുൽ മദ്കൂറു ഫീ സൂറത്തിൽ നസ്ർ യാ റസൂലല്ലാഹ്. നസ്ർ സൂറത്തിൽ പറഞ്ഞ നാസ് ആരാണ് നബിയെ? ഓരോ നാസിനും ഓരോ അർത്ഥം. ഇതെന്താ നബി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഹും അഹ്ലുൽ യമൻ, പുണ്യ റസൂൽ. സഹീഹുൽ ബുഖാരി. വളരെ ചിന്തിക്കണം. നമ്മൾ ഇജാസത്തുള്ള ദീനിനൊരു പ്രശ്നമുണ്ട്. ദീൻ എന്നാൽ അറബി പഠിച്ചിട്ട് പ്രബോധനം ചെയ്യാൻ പറ്റില്ല, മഅ്ദൂനാകണം. മഅ്ദൂനിങ്ങളെ ത്വരീഖ് യമൻ വഴിയാ. അതിൽ ഒന്നാമത്തെ മഅ്ദൂനിങ്ങൾ അഹ്ലു ബൈത്ത. ഇവിടുത്തെ പ്രബോധനത്തിന് വന്നതിൽ ഏറ്റവും പ്രധാനികളെല്ലാം അഹ്ലു ബൈത്ത. മറ്റുള്ളവരോ വഹാബികളെ പറ്റി പറയാ. വഹാബികൾ പറഞ്ഞത് അഹ്ലുൽ ബൈത്തേ ഇല്ല.
ഇല്ല. നിന്റെ കുട്ടിക്കാലത്ത് എത്ര വാങ്ങും, എത്ര ലേഖനമാണ് ഞാൻ കണ്ടത്, കൈ മടക്കൂല. ഇല്ലാന്ന് ഇപ്പോൾ പറച്ചിൽ മാറ്റിയതാ. ഇപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ അഹ്ലു ബൈത്തില്ല എന്ന് പറഞ്ഞാൽ അടി കിട്ടും മനുഷ്യന്മാരെ കയ്യിൽ നിന്ന്. അത് പേടിച്ചിട്ട് പറയുന്ന നിർത്തിയതാ. അഹ്ലു ബൈത്ത് ഇല്ല, അവർ ഖുർആനെതിരായി. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ഒന്നാം കുട്ടി വഫാത്തായി ഖാസിം, രണ്ടാം കുട്ടി വഫാത്തായി അബ്ദുള്ള. അന്ന് നബി വിഷമിച്ചു. ആൺകുട്ടികളെ പരമ്പര തീരുകയാണ്. ഖുറൈശികൾ സന്തോഷിച്ചു, നബി വിഷമിച്ചു. അപ്പോൾ മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു തങ്ങൾക്ക് അള്ളാഹു ആയത്തിറക്കി. എന്താണ് ആയത്തിറക്കി? ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. കൗസറിന്റെ പ്രമുഖമായ അർത്ഥം അഹ്ലു ബൈത്താണെന്ന് അല്ലാമ റാസി റഹ്മത്തുള്ളാഹി അലൈഹി. ചിന്തിക്ക്, ഔദുൽ കൗസർ ഇല്ലേ? ഔദുൽ കൗസർ നബിക്ക് ഉണ്ട് എന്ന് ഇതിലുമുണ്ട്, വേറെയുമുണ്ട്. പക്ഷേ ഇപ്പറഞ്ഞതിന്റെ പ്രമുഖം ഔദുൽ കൗസർ അല്ല. അവർ പറഞ്ഞത് അഹ്ലു ബൈത്ത് തീർന്നു എന്നല്ലേ. അള്ളാഹ് പറഞ്ഞത് അത് വർദ്ധിച്ച കുടുംബമാണ്, ഒരു കാലത്തും തീരൂല. കൗസർ കെസ്റത്തിൽ നിന്നാണ് കൗസർ. ഒരു കാലത്ത് പാണക്കാട്ട് പൂക്കോയ പാപ്പ മാത്രമാണ്. പൂപ്പോയ പാപ്പ വഫാത്താകുമ്പോൾ 5 ആളുണ്ടായി. ഇപ്പോൾ 5 അല്ല 10 അല്ല 100 അല്ല, ഇഷ്ടം പോലെ മാഹൂലിൽ എവിടെയും ഇഷ്ടം പോലെ അഹ്ലു ബൈത്തുണ്ടായി. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. ഇതാണ് അഹ്ലു ബൈത്ത് കൗസർ. ആര് പറഞ്ഞു? ഇമാം റാസി പറഞ്ഞു. ഒരു കാലത്ത് മുഅ്തസിലിയായ ഇമാം സമഖ്ശരി പോലും കശാഫിൽ ഇതിന് കൗസറിന് ഔലാദുൽ മുസ്തഫ എന്ന അർത്ഥം കൊടുത്തിട്ടുണ്ട്. വളരെ ചിന്തിക്കണം. വഹാബി എന്ത് ചെയ്ത്? ദീനിന്റെ കടക്ക് കോലാലി വെക്കണമെങ്കിൽ ആ അഹ്ലു ബൈത്തിനെ പൊളിക്കാൻ തീരുമാനിച്ചു. തഅ്ലീമിനെ ഒഴിവാക്കിയതാണ് വഹാബികൾ ചെയ്തത്. അല്ലാതെ വഹാബി ഒന്നും ചെയ്തില്ല. തഅ്ലീമില്ല, ഒരു തഅ്ലീമില്ല. ആലിമീങ്ങൾക്കൊരു പ്രത്യേകതയൊന്നുമില്ല. ഇമാമിങ്ങൾക്ക് തീരെ പ്രത്യേകതയില്ല. ഞാനിരിച്ചാൽ ബഹുമരിച്ചാൽ. അഹ്ലു ബൈത്തില്ല. ആലിമീങ്ങൾ ഒരു തഅ്ലീമില്ല. തഅ്ലീമില്ല എന്ന് ആദ്യം പറഞ്ഞ ആളാ ആരാ? ഇബ്ലീസ്. മൽഊനായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട സമസ്തക്ക് കിട്ടിയ തൗഫീഖ് എന്താ? ആ കാലഘട്ടത്തിന്റെ ഖുതുബായി ലോകം അംഗീകരിച്ചിരുന്ന മഹാനാണ് വരക്കൽ ബഅലവി. മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹു അവരുടെ ദറജ നിലനിർത്തി കൊടുക്കട്ടെ. ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹു മനസ്സ് തുറന്നു പറ, അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. വഹാബികൾ പഠിച്ചതേ ഇല്ല. അവർ ജനങ്ങളെ ഈമാൻ വസ്വാസാക്കി. നിസ്കാരമല്ല, അവർ വസ്വാസാക്കിയത് ഈമാൻ. അമ്പിയാക്കൾ ഏറ്റെടുത്തുള്ള വിഷയം ഈമാൻ. സുന്നത്യമായിട്ട് സൂക്ഷിച്ചു പോകുന്ന വിഷയം ഈമാൻ. ഇൽമ പോലും ഈമാന്റെ മഹ്ദായാലേ ഇൽമിൽ സ്വീകരിക്കാൻ പാടുള്ളൂ. അല്ലാമ ബഹുമാനപ്പെട്ട ഇമാം, ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഗസാലി, 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാൻ ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു ഇൽമിന്റെ ബാബിലിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൽമ് ഒരു മുബ്തദി പറയുകയാണെങ്കിൽ അവിടെ ഇരിക്കരുത്. ലാ യതകല്ലമു ഇല്ലാ ബിലിസാനി ശൈത്താൻ. വഹാബി, മൗദൂദി, തബ്ലീഗ് ഇത്തരം ആളുകൾ സംസാരിക്കുമ്പോൾ ഇരിക്കരുത്, അവരെ പ്രസംഗം കേൾക്കരുത്. എന്തേ? അക്കാലത്തെ ബിദ്അത്തിന്റെ കക്ഷി അവർ പറഞ്ഞു, അതിന്റെ ചുവട് പിടിച്ചതാണ് ഇന്നത്തെ ബിദ്അത്തിന്റെ കക്ഷി. ലാ യതകല്ലമു ഇല്ലാ ബിലിസാനി ശൈത്താൻ. പിശാചിന്റെ നാവ് കൊണ്ടല്ലാതെ മുബ്തദിഅനെ സംസാരിക്കാൻ കഴിയൂല എന്ന് മുജദ്ദിദുൽ ഖർനിൽ ഖാമിസ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു. വളരെ ചിന്തിക്കണം. ഇവിടെ സമസ്ത ചെയ്ത കാര്യം എന്താ? സമസ്ത ഓരോരുത്തർക്കും റേഷൻ കാർഡിൽ 1 ലേശം കൂടി അരി കൂട്ടി കൊടുക്കാൻ നോക്കല്ല ചെയ്തത്. അരി തിന്നാലും വേണ്ടില്ല, തിന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ റൊട്ടി കപ്പട ഓർ മക്കാൻ, ഇതാണ് അവരുടെ മുദ്രാവാക്യം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ മുദ്രാവാക്യം റൊട്ടി കപ്പട ഓർ മക്കാൻ. റൊട്ടി തരാം, കപ്പട തരാം, മക്കാനും തരാം, കിടന്നിറങ്ങാൻ സ്ഥലം തരാം, പിന്നെ ഉടുക്കാനുള്ളവർക്ക് ഉടുപ്പിച്ചു തരാം, തിന്നാനുള്ളവർക്ക് തീറ്റയ്ക്കും പരിപാടി ഉണ്ടാക്കി തരാം. ഇത് സമസ്തയുടെ മുദ്രാവാക്യമല്ല. എന്തുകൊണ്ട്? സമസ്തയുടെ നേതാവ് മുത്തുനബിയാണ്.
മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വശബ്ദ മിൻ സഹബിൻ അഹ്സാഅഹു വതവാ തഹത ഹിജാറത്തി കഷ്ഹൻ മുതറഫൽ അദമീന. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയറ് കല്ല് വെച്ചിട്ട് കെട്ടിയിട്ടാണ് ജീവിച്ചത്. മുത്തുനബി പുണ്യ മുഹമ്മദ് മുസ്തഫ വയറ്റിന്റെ കാര്യം ശ്രദ്ധിച്ചതേ ഇല്ല. എന്തുകൊണ്ട്? കിട്ടാത്തോണ്ടല്ല, വേണമെങ്കിൽ കിട്ടുമായിരുന്നു. അതിനടിയിലുള്ള വരി വറാവതത്തുൽ ജിബാലു ശുമ്മു മിൻ ദഹബിന്ന, സ്വർണത്തിന്റെ പർവ്വതങ്ങൾ നബിയുടെ പിന്നാലെ കെഞ്ചി കെഞ്ചി വന്നു. നബിയോട് ഒരിക്കൽ പറഞ്ഞു എന്നല്ല, സ്വർണത്തിന്റെ പർവ്വതങ്ങൾ കെഞ്ചീന. തൊലബേക്കൽ സൂപ്പർലറ്റീവ് റാവത, കെഞ്ചിക്കുഴഞ്ഞ് കെഞ്ചി കെഞ്ചി പറഞ്ഞ് സ്വർണം നബിയോട് കെഞ്ചി കെഞ്ചി സ്വർണ പർവ്വതങ്ങൾ പറഞ്ഞു, നബിയെ നിങ്ങൾ വിഷമത്തിലല്ലേ, ഞങ്ങളെ സ്വീകരിച്ചോളി എന്ന് പറഞ്ഞു. സ്വർണത്തിന്റെ പർവ്വതങ്ങൾ കെഞ്ചി 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 പറഞ്ഞു മുത്തുനബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുത്തുനബിയോ സ്വീകരിച്ചില്ല. എന്തുകൊണ്ട്? റൊട്ടി കപ്പട ഉർമക്കാൻ ഇത് വിഷയം തന്നെയല്ല. മുത്തുനബിയുടെ വിഷയം ഖൽബിലെ ഈമാനാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പറക്കപ്പറ അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെയാണ്. തിന്നാൻ കിട്ടാത്തത് കൊണ്ട് പള്ള ശ്രദ്ധിക്കാത്ത ആളല്ല മുത്തുനബി. തിന്നാൻ കിട്ടിയിട്ടും, കാരണം പള്ള പ്രശ്നേ അല്ല. ഇതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കിട്ടുമല്ലോ, കാരണം സ്വർണത്തിന്റെ പർവ്വതങ്ങൾ കെഞ്ചി വന്നു എന്നല്ലേ, റാവത എന്നല്ലേ പറഞ്ഞത്. റാവത എന്ന ഖുർആനിൽ പറഞ്ഞത് സുലൈഖയെ പറ്റിയാണ്. وراودته التي هو في بيتها عن نفسه وغلقت الابواب وقالت هيت لك قال معاذ الله. ഇവിടെ റാവതയെ പറഞ്ഞത് സൂപ്പർലറ്റീവാണ് തൊലബയേക്കാൾ. കെഞ്ചി കെഞ്ചി പറഞ്ഞ് നബിയെ നിങ്ങൾ ഞങ്ങളെ എടുക്കുകയും നബി അത് എടുത്തതേ ഇല്ല. അപ്പൊ കിട്ടാത്തത് കൊണ്ട് പട്ടിണി കിടന്നതല്ല, കിട്ടിയിട്ടും പട്ടിണി കിടന്നു മുത്തുനബി. വേണമെങ്കിൽ കിട്ടുമായിരുന്നു, പക്ഷെ നബിയെ ശ്രദ്ധിച്ചില്ല. എന്തുകൊണ്ട്? ഇവിടെ രാഷ്ട്രീയ കക്ഷികൾക്ക് വിഷയമായ വിഷയം മുഅ്മിനീങ്ങൾക്ക് വിഷയമല്ല. മുഅ്മിനീങ്ങളുടെ വിഷയം ഈമാനാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അത് വിഷയം തന്നെയാണ്. അതിലൊരു ചെറിയ തുടക്കത്തിന് പോലും സമ്മതിച്ചില്ല. കോക്കൂരിൽ ദർസ് നടത്തിയിരുന്നു ചേകനൂര്. വെല്ലൂര് ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് വന്ന് പിന്നെ ഒരു 10-30 കുട്ടികളെയും കൊണ്ട് ദർസ് തുടങ്ങി. എവിടെ? കോക്കൂർ എന്ന പ്രദേശത്ത് ദർസ് തുടങ്ങിയപ്പോൾ അങ്ങനെ ദർസായി. വലിയ നീളം കുപ്പായം, താടി, തലയെക്കെട്ട് ഇങ്ങനെയൊക്കെ ദർസ് തുടങ്ങി. പിന്നെ അയാളിൽ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ദിവസം വെള്ളിയാഴ്ച വയറു കഴിഞ്ഞപ്പോൾ കോക്കൂർക്കാരോട് പറഞ്ഞ്, നമ്മൾക്ക് നിസ്കാരശേഷം കൂട്ടുപ്രാർത്ഥനയും ആകാം, ഒക്കെ ആകാം, പക്ഷേ ഒരാൾ മെഹ്റാബിലിരുന്ന് സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൊടുക്കുക, പിന്നെ 33 വട്ടം കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ഉറക്ക അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുക, പിന്നെ അവസാനം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊടുക്കുക, പിന്നെ ഉറക്ക അഫ്ളൽ ദിക്ർ എന്ന് ചൊല്ലിക്കൊടുക്കുക. ഇങ്ങനെ ഒരു ഹദീസ് ഞാൻ കാണുന്നില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് നമുക്ക് കൂട്ടമായി ദ്വാരക്കാം, ഈ ചൊല്ലിക്കൊടുക്കുന്ന പണി കണ്ട് ഒഴിവാക്കാം എന്നാണ് ആദ്യത്തെ ചേകനൂരിന്റെ വാദം. അക്കാലത്തെ ആലിമീങ്ങൾ മുഴുവനും അതിനെ എതിർത്തു. അവിടെ തുടങ്ങിയ ചേകനൂർ പിന്നീട് പോയിട്ട് അവസാനം എന്തായി? നിസ്കാരം തന്നെ 2 വഖത്താണ് ഒഴിവാക്കി, 3 വഖത്താക്കി. എന്നാ 3 വഖത്ത് നിസ്കരിച്ച മുക്കത്തെ ഒരു മുതലാളി ചേകനൂരിന്റെ ആളായിരുന്നു. അയാളെ പുരയില് 3 ദിവസം പാർത്തിട്ട് ഒറ്റ വഖത്ത് പോലും ചേകനൂർ നിസ്കരിച്ചില്ല. ഈ മുതലാളി എന്നോട് നേരിട്ട് പറഞ്ഞു, ഞാൻ ചേകനൂരിന്റെ ആളായിരുന്നു, നിന്റെ പുരയില് ഒരു പുസ്തകം എഴുതാൻ വേണ്ടി ചേകനൂര് പാർത്ത് 3 ദിവസം അങ്ങനെ പാർത്തപ്പോൾ നിസ്കരിച്ചതേ ഇല്ല, ഒരു വഖത്ത് നിസ്കരിച്ചില്ല. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, പിന്നെ എന്തിനായിരുന്നു അമ്മക്ക ഇയാള് 3 വഖത്ത് നിസ്കരിച്ചുണ്ട് എന്ന് പറഞ്ഞത് എന്താന്ന് ചോദിച്ചു. അപ്പൊ മോമ്മക്ക എന്നോട് പറഞ്ഞേ, അതൊന്നുമല്ല മോലേരെ, ഇയാൾക്ക് വേറെ വലിയ താല്പര്യമായിരുന്നു. ഈ അങ്ങാടിയിലൊക്കെ മരം മുറിക്കുമ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആദ്യം കൊമ്പ് മുറിക്കും, കൊമ്പ് മുറിച്ച് തള്ളിയിട്ടാ പിന്നെ മരണ്ട മുറിക്കാൻ സുഖമാണ്. ആദ്യം 2 വഖത്ത് തള്ളിയിട്ടത് പിന്നെ 3 വഖത്തും കൂടി തള്ളിയിടാനുള്ള സുഖത്തിന് വേണ്ടിയാണ്, അല്ലാതെ അയാൾക്ക് 3 വഖത്തിന്റെ താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇതാ ഈ ചേകനൂരിനെയോ, ഈ ചേകനൂരിനെ ജാമിഅ നദ്വിയ എടവണ്ണ ഇല ജാമിഅ നദ്വിയയിൽ പ്രിൻസിപ്പളാക്കി. ആര്? കേരള നദ്വത്തുൽ മുജാഹിദീൻ. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ നദ്വത്തുൽ ഉലൂം അറബി കോളേജിന്റെ പ്രിൻസിപ്പാളാക്കി. ആര്? ചേകനൂരിനെ. അവിടുന്ന് പിന്നെ നീർക്കോലി മണ്ടരിയായപ്പോൾ അവർ ഉത്തര നീർക്കോലിയാക്കിയത് ഓരന്നെയാണ്.
ഇവിടെയൊക്കെ ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ എന്ത് ചെയ്ത്? ആലിമീങ്ങൾ മുഅ്മിനീങ്ങളുടെ ഈമാൻ സംരക്ഷിച്ചു, അതിനുവേണ്ടി അധ്വാനിച്ചു. ഒരു നിസ്സാരപ്പെട്ട വിഷയമുണ്ടാകുമ്പോൾ പോലും ഇടപെട്ട്. കാരണം ഈമാൻ തെറ്റിയെ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോടിക്കണക്കായ ഉറുപ്പിക ഇന്നും കേരളത്തിലും പരിസരത്തും ദിനേന വെതറിയിട്ടും ഒരാളെപ്പോലും ഈമാനെ തെറ്റിക്കാൻ കുറച്ചാളുകൾ മുമ്പുണ്ടായിരുന്നത് ഇപ്പോഴും ഉണ്ട് എന്നല്ലാതെ അതിനപ്പുറമൊന്നും ആളുകളെ കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. അല്ലാഹു തആല ബഹുമാനപ്പെട്ട എന്റെ രാവും പകലും അധ്വാനിച്ചു ആലിമീങ്ങൾ. പിന്നെയോ ഉലമാക്കൾ വറസത്തുൽ അംബിയാ, അതുകൊണ്ട് അവർക്ക് കറാമത്തുണ്ടായിരുന്നു. നമ്മൾ ആലിമീങ്ങളാരാ? കറാമത്തുള്ളവരാ. വഹാബി മൗദൂദിയും കറാമത്തിനെ തന്നെ നിഷേധിച്ചു. എന്തുകൊണ്ട്? ആലിമാണോ കറാമത്തുണ്ടോ? ആലിമീങ്ങൾ മുനിയാദിയ, ആലിമീങ്ങൾ അൽ ഉലമാഉ സലാസ, ആലിമീങ്ങൾ മുനിയാദിയ. ലൗ ലം യകുനിൽ ആലിമു വലിയൻ ഫലൈസ ലില്ലാഹി വലിയൻ. യഥാർത്ഥ ആലിം വലിയല്ലെങ്കിൽ പിന്നെ വലിയേ ഇല്ല. യഥാർത്ഥ ആലിമേല ആലിമും ബില്ലാഹ് വ ആലിമും ബി അംരില്ലാഹ്. അല്ലാഹുവിനെയും അറിയും, അല്ലാഹുവിന്റെ കൽപ്പനയും അറിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ഒരു ജാതി ആലിമുണ്ട്, ആലിമും ബില്ല, അള്ളാഹിനെ അറിയും. ആലിം ഒരു ആലിമും ബി അംരില്ല, ശരിയായിട്ട് അറിയില്ല. അങ്ങനെ ചില നാടന്മാരുണ്ടാവും, അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം ഉണ്ടാവും, എന്നാലും ശരിയാറ്റിനെ അറിയില്ല, എന്നാലും അവർ പഠിച്ചിട്ട് നല്ലവരായി ഇങ്ങനെ ജീവിക്കും. മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, ആലിമും ബി അംരില്ല, അള്ളാഹുവിന്റെ കൽപ്പന അറിയും. ഒരു ആലിമും ബില്ല, അള്ളാഹിനെ അറിയുകയില്ല. എന്തുകൊണ്ട്? വഹുവൽ ആലിമുൽ ഫാസിഖു, വയസ്സായ കാലത്തും തെറ്റ് ചെയ്യാൻ അവർക്ക് ഒരു മടിയും ഉണ്ടാവുകയില്ല. ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പുസ്തകം നിങ്ങൾ ചിന്തിക്കുക. ഒരു മനുഷ്യൻ എങ്ങനെ അത് പറയാൻ കഴിയാം? ഇതെങ്ങനെ പറയാ? ഇത് ഒരു RSSകാരനായ വക്കീലിനെ പറഞ്ഞിട്ട് കാര്യമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം എന്ത്, ഇതിപ്പോ വെള്ളക്കുപ്പായറ്റ ആളുകൾ പറഞ്ഞു കൊടുത്തതല്ലേ അയാൾക്ക്? ചിന്തിക്കുക. വെള്ളക്കുപ്പായത്തം എന്റെ ആലിമ്യങ്ങൾ എല്ലാവരും വെള്ളക്കുപ്പായം ആർക്കും കിട്ടും, തലേക്കെട്ടും കിട്ടും. തലേക്കെട്ടുള്ളവരൊക്കെ ഔലിയാപ്പാപ്പയാണ് എങ്കിൽ ഹർകിഷൻ സിംഗ് സുർജിത്തായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഔലിയ. അയാളെപ്പോലത്തെ തലേക്കെട്ട് ഞാൻ കണ്ടിട്ടില്ല. അത്രയും വലിയ തലേക്കെട്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്തിന് മരിക്കുമ്പോഴും ബമ്പൻ തലേക്കെട്ടാണ്. അപ്പൊ തലേക്കെട്ട് വലിയതായി, കുപ്പായം വലിയതായി, അതൊന്നല്ല കാര്യം ഈമാനാണ്. ഇതെങ്ങനെ നിങ്ങൾക്ക് ഇത് റേഞ്ച് വിട്ട കേസാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ അവരോട് ദേഷ്യപ്പെടല്ല വേണ്ടത്, സഹതപിക്കണം. അങ്ങനെ ആയല്ലോ, അങ്ങനെ ആയിപ്പോയില്ലേ. അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഞാൻ പറയുന്നേയില്ല. എല്ലാവർക്കും അറിയും. ഒരു കാര്യം ഉറപ്പാണ്, മുന്നിലുള്ളവർ നല്ലവരായാലേ പിന്നുള്ളവർ നല്ലവരാകൂ. അത് ഉറപ്പ്. ഇനി അതിന് സംശയമേ ഇല്ല. يوم ندعو كل أناس بإمامهم يوم ندعو كل أناس بإمامهم. ഏതൊരാളെയും അവരുടെ ഇമാമിന്റെ നേതൃത്വത്തിൽ വിളിക്കും. നമ്മളെന്ന ഇമാമാരാ? ശംസുൽ ഉലമ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ റഹിമഹുല്ലാഹ്. ആരാണവർ എന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം മതി. CM വലിയുല്ലാഹിയുടെ ഉസ്താദാണ് ശംസുൽ ഉലമ. CM വലിയുല്ലാഹി ആരാ? ഈസാ നബിയുടെ മുഅ്ജിസത്ത് കറാമത്ത് കാട്ടിയ മനുഷ്യൻ. അതന്നെ, അത് തന്നെ. രോഗം വേണ്ട, രോഗമില്ല. രോഗം വേണ്ട, രോഗമില്ല. ഇല്ല, മരുന്നില്ല, മുക്ണിയില്ല, കഷായല്ല, ഉഴിച്ചിലില്ല, ഒന്നുമില്ല. വെള്ളം ഊതലുമില്ല, ഊതാതിരിക്കലുമില്ല, ഒന്നുമില്ല. വെള്ളത്തിന്റെ ഏർപ്പാടില്ല, കന്നാസില്ല, കന്നാസ് ഉൽപ്പന്നമില്ല, ഒന്നുമില്ല. രോഗം വേണ്ട, ഇല്ലേ? എത്ര തന്നെ രോഗം വേണ്ട, രോഗം വേണ്ട, പിന്നെ രോഗം ഉണ്ടാവില്ല. ഇതാരുടെ പണിയാ? 50,000 രോഗികളെല്ലാം ഒരു ദിവസം വരും ചിലപ്പോൾ ഈസാ നബിയുടെ അടുത്തേക്ക്. ഫഖാല ലാ മർള ലാ മർള, പോയിക്കോളി, രോഗമില്ല, പോയിക്കോ, പിന്നെ രോഗമില്ല. സയ്യിദുനാ ഈസാ ഇത് പ്രദർശിപ്പിച്ച ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ CM വലിയുല്ലാഹി. ബഹുമാനപ്പെട്ടവരുടെ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അവരുടെ ഉസ്താദാണ് ശംസുൽ ഉലമ. അവരുടെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അത് മതി, അൽഹംദുലില്ലാഹ്. അതന്നെ, അത് മതി.
ശംസുൽ ഉലമയെ കുറിച്ച് പോലും പിന്നീട് ചിലർ ലേഖനം എഴുതി, ബഹുമാനം പെട്ടുപോയ മുൻ ശംസുൽ ഉലമ. അങ്ങനെ എഴുതി. നിങ്ങൾ ചിന്തിക്കണം, മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ടവരുടെ അടുത്തേക്ക് മക്കളെ ഓതാനാക്കാൻ വേണ്ടി ഉപ്പമാര് വന്നാൽ, എന്റെ മോനെ ഞാൻ ഓതാനാക്കുകയാണ്, അപ്പൊ നിങ്ങളൊന്നത് വയർന്നേരണം, അതിനുവേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞാല് ബഹുമാനപ്പെട്ടവർ പറയും, അതിന് എന്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യമല്ല, എന്റെ ഉസ്താദ് ഇവിടെ വെള്ളിമാട് മുന്നിലുണ്ട്, അങ്ങാടിയിൽ നിന്ന് ഒരു ചീരണി പേക്കും വാങ്ങിക്കോ, അവിടെ ചീരണി കൊണ്ടുപോയി കൊടുത്ത് ദ്വാ ചെയ്യിപ്പിച്ചോ എന്ന് പറയും. ആരാ വെള്ളി? ഇത് അനുഭവസ്ഥരായ ആലിമീങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്, ഇന്നുണ്ട്. ബാപ്പ കൈയും പിടിച്ച് മകനെ കൊണ്ടുപോയി ദർസിലാക്കാൻ സിഎം മൂപ്പന്റെ വീട്ടിന്റെ മുകളിൽ ഞാൻ എന്റെ കുട്ടിയെ അവനെ ഓടാനാക്കുക. അപ്പൊ എന്നോട് പറഞ്ഞ കാര്യമില്ല, എന്റെ ഉസ്താദിനോട് പോയി പറയാം, ഉസ്താദ് വെള്ളിമാട് വന്നിട്ടുണ്ട്. ചീരണം വാങ്ങി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ അടുത്ത് പോയി റഹിമഹുല്ലാഹ്, ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് ഇത് പറഞ്ഞു ചെന്നപ്പോൾ ചീരണി സ്വീകരിച്ച് ദുആ കൊടുത്തു. അവരിന്ന് കേരളത്തിലെ കിടയറ്റ ആലിമീങ്ങളാ, വളരെ ചിന്തിക്കണം. പിന്നെന്റെ നാട്ടിലുള്ളവരെ ലോകം മാറ്റാനൊന്നും ശംസുൽ ഉലമ ഇരുന്നിട്ടില്ല. ഇരിക്കാത്തത് കഴിയാത്തത് കൊണ്ടല്ല, ഖിളിറിന്റെ പണി മൂസ എടുത്താൽ നാട്ടിന് ശരിയായിട്ട് കിട്ടൂല. ഖിളിർ മൂസാനേക്കാൾ വലിയ ആളാണ് ഖിളിറെന്ന് ഇജ്ജ് മനസ്സിലാക്കിയാൽ എന്റെ ഈമാൻ തെറ്റി. എന്നാ രോഗം മാറ്റിയതും ഖൈറും ബർക്കത്തും ഒക്കെ പ്രദർശിപ്പിച്ചതും ആരാ? ഖിളിറാണ്. ഖിളിറോ മഷ്കൂഖ് ഫിയാണ്, നബിയാണോ എന്നൊരു സംശയമാണ്. ഇതൊന്നല്ലാതെ നടന്ന മനുഷ്യന്റെ സയ്യിദ്നാ മൂസാ ഫാരിസുൽ ബശർ ശറഫൻ. രോഗം വേണ്ടാണ് പറയാൻ വേണ്ടിയിട്ട് ശംസുൽ ഉലമ ഇരുന്നിരുന്നെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ ദീനില്ല. ശരിയാത്ത് വിവാദ കാലഘട്ടത്തിൽ പാർലമെന്റിൽ പ്രസംഗിക്കാൻ വേണ്ടി നന്ദിയിൽ ഇരുത്തിയിട്ട് മണിയായി പഠിപ്പിച്ചതാണ്. ആർക്ക്? GM ബനാത്തുവാലക്ക് സേട്ട് സാഹിബിനും മണിയായി പഠിപ്പിച്ചതാണ്. പ്രസംഗം തുടങ്ങിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസംഗത്തിന്റെ സമയം കഴിഞ്ഞപ്പോൾ ചേംബറിൽ നിന്ന് സമയം കഴിഞ്ഞല്ലോ എന്നാരോ പറഞ്ഞപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു, നിർത്താനായിട്ടില്ല, പ്രസംഗിക്കട്ടെ. മാരത്തോൺ 8 മണിക്കൂർ നേരം പ്രസംഗിച്ച് പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഒരു സാമാജികൻ, മന്ത്രിയല്ല. ആരാ പഠിപ്പിച്ചത്? GM ബനാത്തുവാലക്ക് ശംസുൽ ഉലമ റഹിമഹുല്ലാഹ്. അപ്പോൾ 1984 കാലഘട്ടത്തിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ അഭിമാനം കാത്തതും അള്ളാഹുവിന്റെ ശരീഅത്ത് കാത്തതും മാത്രം ആരാ? ശംസുൽ ഉലമ. ഇന്ത്യ നാട്ടിന്റെ തൊട്ടടുത്ത് 40ഓളം കുടുംബങ്ങൾ കാഫിറായി. 980 ശംസുൽ ഉലമയെ കൊണ്ടുവന്നു. 2 പ്രസംഗം, 2 ദിവസം. സംഘാടകരിൽ ഒരാൾ ഇന്നും മരിക്കാത്ത എന്റെ ബാപ്പ. സംഘാടകരിൽ ഒരാൾ ഇന്നും മരിച്ചിട്ടില്ല, എന്റെ ബാപ്പ സംഘാടകരായിരുന്നു. 2 പ്രസംഗം നടത്തി ശംസുൽ ഉലമ റഹിമഹുല്ലാഹ്. 40ഓളം ഇസ്ലാമത്തിൽ നിന്ന് പിഴച്ചു പോയി നസാറത്തിൽ ചേർന്ന 40 മുർത്തദ്ദീങ്ങളുടെ കുടുംബത്തിൽ 39 ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. ചിന്തിക്കുക. പല തത്വജ്ഞാനികളും ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവരെല്ലാം കഴിച്ചുകൊണ്ടേ ഇത് പറയാൻ പറ്റുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരും മുജാഹിദുകളും എല്ലാം പറഞ്ഞ് ഇതിന് പറ്റുന്ന ആള് ശംസുൽ ഉലമ തന്നെ. എല്ലാരും ഒരുമിച്ച് ശംസുൽ ഉലമയിലേക്ക് കഴിച്ചുകൊണ്ടേ 2 ദിവസത്തെ പ്രസംഗം. 39 കുടുംബം മടങ്ങി. മൊയ്തീൻ പൗലോസ് മാത്രം മടങ്ങിയില്ല. മൊയ്തീൻ പൗലോസായി മരിച്ചു. അതിനൊരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു വാക്യത്തിന് എന്ത് ഉണ്ടെങ്കിലും ഒരു കലവാക്യവും, കല ഉണ്ടായാലേ മുമ്പ് മുറി ഉണ്ടായിരുന്നു ഓർമ്മ ഉണ്ടാവുള്ളൂ. കലയും കൂടി പോയാൽ പിന്നെ മുറി ഉണ്ടെന്ന് വല്ല ഓർമ്മയുണ്ടാ? അങ്ങനെ ഉണ്ടാവും. എങ്ങനെ ആയാലും ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞാലും അടിവയറ്റിന്റെ അവിടെ ചെറിയൊരു അടയാളം ഒരു മരിക്കണ വഫാത്താവുന്ന അമ്മാമാക്കും 19ാമത്തെ വയസ്സിൽ പ്രസവത്തിലെ ഓപ്പറേഷൻ ചെറിയൊരു അടയാളം ഉണ്ടാവും. ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൻ്റെ കണക്കില്ല. അപ്പൊ അതാണ് ഇത് പൗലോസായി മരിച്ച്. പക്ഷെ പൗലോസിന്റെ 2 മക്കളെ മുസ്ലിം തറവാട്ടിക്ക് മുസ്ലിമീങ്ങൾ കെട്ടിച്ച് ഇപ്പോൾ അവരെ മക്കൾ മദ്രസയിൽ പഠിപ്പിക്കണം. കണ്ട പൗലോസ് അങ്ങനെ മരിച്ചു. 11ഓളം
പാതിരിമാർ ആ കൂട്ടത്തിൽ മുസ്ലിമായി. ഇങ്ങോട്ടൊന്ന്, അക്കൂട്ടത്തിൽ ഒരാളാണ് ജോൺ മുണ്ടക്കൻ. ഇപ്പോൾ മണ്ണാർക്കാട്ട് പാർക്കുന്ന ജോൺ മുണ്ടക്കൻ. ജോൺ മുണ്ടക്കൻ ഇബ്രാഹിം മുണ്ടക്കനായി മണ്ണാർക്കാട്ട് ഒരു പാവപ്പെട്ട കുടിയിൽ താമസിക്കുന്നു. വലിയ ശമ്പളമുള്ള ആളായിരുന്നു അയാൾ. അമേരിക്കൻ ഐക്യനാടിൽ വരെ പുരോഹിത പ്രവർത്തനം നടത്തിയ ആളായിരുന്നു. റോമിൽ പോയി ബൈബിൾ പഠിച്ച ആളാണ് ഈ ജോൺ മുണ്ടക്കൻ. പിന്നെ അതൊക്കെ ഒഴിവാക്കി നേരം കൊണ്ട് വന്നു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ റഹിമഹുള്ളയുടെ പരിശുദ്ധമായ ദീനിന്റെ ആ ഒരു അസാഹത്തിലേക്ക് മടങ്ങി വന്നു ജോൺ മുണ്ടക്കൻ. ഇന്നും ശംസുൽ ഉലമയുടെ മുഹിബ്ബാൻ. കേരളത്തിലെ ഒരു പിന്നീട് മാറിപ്പോയ സമസ്തയെന്ന് മാറിപ്പോയ സംഘടനയിലെ സമുന്നതനായ ഒരു പണ്ഡിതൻ ജോൺ മുണ്ടക്കനെ സമീപിച്ച്, നിങ്ങൾക്ക് മാസത്തിൽ വലിയ ശമ്പളം തരാ, ഞങ്ങളുടെ കേന്ദ്രത്തിൽ സുറിയാനി പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം മുണ്ടക്കന്റെ മറുപടി, കുരുത്തക്കെടിന് ഞാനില്ല. കുരുത്തക്കെടിനാണെങ്കിൽ പിന്നെ എനിക്ക് ഇസ്ലാമാകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് പിന്നെ നാശാകാൻ ഞാൻ ഏതായാലും തെല്ലാറില്ല. ഞാൻ ശംസുൽ ഉലമയുടെ കൂടെയുള്ളൂ. ഇപ്പോഴും നമ്മളെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു ശമ്പളമില്ല, കാര്യവുമില്ല, ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ഒരാളെ രണ്ടാളെ ശ്രദ്ധിച്ചാൽ പോരല്ലോ. ഇത് ബഹർ പോലെ കിടക്കുന്ന ഒരു പ്രസ്ഥാനമല്ലേ. അയാൾക്ക് ഒമാനിലെ കുറച്ചാളുകൾ കൂടി ഒരു വീട് വെച്ചു കൊടുത്തു. ഇപ്പോൾ അയാൾ അവിടെ അവസാന വിശ്രമ ജീവിതം നയിക്കുന്നു. പരിസരാവസ്ഥകളൊക്കെ ചെറുതായി സഹായിക്കും, അത്ര തന്നെ. ഇബ്രാഹിം മുണ്ടക്കൻ എന്റെ കാരണം ശംസുൽ ഉലമ. അപ്പൊ ഞാൻ നീട്ടി പറയുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ത് ചെയ്തു എന്ന് ഗൗരവമായി ചിന്തിക്കണം. അതിന്റെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ നഷ്ടം സംഭവിക്കും. അല്ലാഹു കാക്കട്ടെ. ആഹാരുടെ പിന്നാലെ നിങ്ങൾ പോയിട്ട് കാര്യമില്ല, പോകാൻ പറ്റൂല, പോയിട്ട് കാര്യമില്ല. ഇന്നും കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സാദാത്യങ്ങളെ കുടുംബമേത പാണക്കാട്ടെ കുടുംബം. ഇന്ത്യയിൽ, ഏഷ്യയിൽ ഇതിന് പകരം ഒരു കുടുംബം ഉണ്ടെങ്കിൽ പറയാം, അത് സമസ്തയുടെ നേതാക്കളാണ്. അല്ലാഹുവിന്റെ ഇസ്സത്ത് വർദ്ധിപ്പിക്കട്ടെ. ഏഷ്യയിൽ ആയിരക്കണക്കായ മനുഷ്യർ ദിവസേന കയറിയിരുന്നു ഇറങ്ങുന്ന ഒരു കുടുംബം ഏഷ്യയിൽ ഇതുപോലത്തെ ഒരു കുടുംബം ഉണ്ടെങ്കിൽ പറയും. ഇന്നും ആ കുടുംബമാണ്. അത് സമസ്തയുടെ നേതാക്കളാണ്. സമസ്തയുടെ വൈസ് പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും നൽകട്ടെ. അത് നോക്കൂ, നിങ്ങൾ വളരെ ചിന്തിക്കണം. ഇതൊക്കെ അള്ളാഹു സമസ്തക്ക് നൽകിയ കറാമത്താർ. മുത്തുനബിയോട് പറയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയതാണ്. തറക്തു ഫീകും അംറൈൻ ലം തളിലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വഇത്റതി ഖാല റസൂലുള്ളാഹി. ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യം ഉപേക്ഷിക്കുന്നു. ഒന്ന് ഖുർആൻ, ഒന്ന് എന്റെ കുടുംബം എന്ന് മുത്തുനബി. ഈ കുടുംബം ഇല്ല എന്ന് വഹാബിയും മൗദൂദിയും പറഞ്ഞു. ആ കുടുംബം നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ അവലംബമാണെന്ന് മുത്തുനബി. ആ കുടുംബമാണ് ഇന്നും സമസ്തക്ക് നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർ. അല്ലാഹു ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. മരിക്കുമ്പോഴും സുന്നി വനസംഘത്തിന്റെ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട പൂക്കോയ പാപ്പ. ജയിലിൽ കടത്തി പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ടു. കണ്ണൂർ സെൻട്രൽ ജയിലിലിട്ടു. സെൻട്രൽ ജയിലിൽ 2 ആഴ്ച കിടന്നപ്പോഴത്തിന് സെൻട്രൽ ജയിലിലുള്ള ഏകദേശം ആളുകളൊക്കെ നന്നായി. അവസാനം പിന്നെ ആ ജയിലിലിടാനുള്ള താല്പര്യക്കാർ ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞു. കാരണം ഉള്ളിൽ കിടന്ന ബാക്കിയുള്ളവർ നന്നാവും. നാശായാൽ മാത്രമേ ഇവർക്ക് അവരെ കൊണ്ട് വട്ടത്തിൽ തിരിച്ച് കളിക്കാൻ പറ്റുള്ളൂ. തങ്ങൾ ജയിലിൽ കിടന്നപ്പോൾ ജയിലുള്ളവർ നന്നായി. ചിന്തിക്കും, നിങ്ങളെ ചിന്തിക്കണം. തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരു മനുഷ്യൻ, എന്റെ ബാപ്പ പോയിട്ട് തങ്ങളോട് പറഞ്ഞു, തങ്ങൾ എന്റെ മോനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട്, 3-ാം തീയതി കൊല്ലും. തങ്ങളൊന്ന് മേപ്പെട്ടെങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, കൊല്ലൂല, മടങ്ങി വരും, നിങ്ങൾ ബേജാറാവണ്ട, പെണ്ണന്വേഷിച്ചോളി, നല്ലൊരു പെണ്ണെത്തിക്കാം എന്ന് പറഞ്ഞു. തൂക്കിക്കൊല്ലാൻ അസ്സലാമു അലൈക്കും. മജീദ് ഉസ്താദ് കേൾക്കുന്നുണ്ടോ? മജീദ് ഉസ്താദ് കേൾക്കുന്നുണ്ടോ? അദ്ദേഹത്തെ ഒന്ന് ബൗൺസ് ആക്കേ. ഓക്കെ സഹോദരങ്ങളെ, നല്ല ഒരു അനുഭവം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം.
കാരണം നമുക്ക് എപ്പോഴും ഉപകരിക്കുന്ന നല്ല ഒരു പ്രസംഗമാണ് ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് അവர்கள் സമസ്തയുടെ ചരിത്രമാണ് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കും. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മജീദ് അലി ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സമസ്തയുടെ 90-ാം വാർഷികത്തിന്റെ സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ തുടക്കമാണ് ഇന്ന് കുറിക്കുന്നത്. കർണാടകയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു അനുഭവമായി നമ്മുടെ ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിക്കുന്ന ഒരു സമ്മേളനമായി സമസ്തയുടെ സമ്മേളനം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാകട്ടെ. എല്ലാവരുടെയും ദുആയും നമ്മുടെ ഒക്കെ പ്രവൃത്തികളും അതിന്റെ പിന്നിൽ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഏതാനും സെക്കൻഡുകളിൽ നമ്മുടെ ലൈവ് വീണ്ടും നമ്മിലേക്ക് എത്തിച്ചേരും. റേഡിയോ വഴിയും നമ്മുടെ ക്ലാസ് റൂം വഴിയും കേൾക്കുന്ന എല്ലാവരും അവിടെ തന്നെ നമ്മുടെ SKACR തന്നെ ട്യൂൺ ചെയ്ത് ഇരിക്കുക. ഇൻഷാ അല്ലാഹ് ലൈവ് എത്രയും പെട്ടെന്ന് നമ്മിലേക്ക് തിരിച്ചെത്തും. എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുക. നല്ല ഒരു പഠന ക്ലാസ്സാണ് നടക്കുന്നത്. സമസ്തയുടെ പൂർവ്വകാല ചരിത്രത്തെ അനുസ്മരിച്ചുകൊണ്ട് അയവിറക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി ഉസ്താദുകൾ നമ്മോട് സംവദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷത്തിനുള്ളിൽ നമ്മുടെ ലൈവ് വീണ്ടും കർണാടകയിൽ നിന്നുള്ള ലൈവ് വീണ്ടും നമ്മളിലേക്ക് എത്തിച്ചേരും. മഹത്തായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 90-ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് കർണാടകയിൽ വെച്ച് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഖാസിമി ഉസ്താദ് അവர்கள் സമസ്തയുടെ ചരിത്രവും ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ നബറല്ലാഹു മർഖദഹു അവരുടെ മഹത്വങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാ സഹോദരങ്ങളെയും നമ്മുടെ SKACRലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അവരെയൊക്കെ ഈ പ്രഭാഷണം കേൾപ്പിക്കണം. അതുപോലെ ഇന്ന് കേൾക്കാൻ സാധിക്കാത്ത എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇടയ്ക്ക് ഒക്കെ നമ്മുടെ ക്ലാസ് റൂമിൽ ഇതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് റീപ്ലേ ഉണ്ടാകും. ഇനി അതും കേൾക്കാൻ സാധിക്കാത്തവർ നമ്മുടെ സുന്നി ഗാലറിയിൽ പോയി അത് കേൾക്കണം എന്നുകൂടി എല്ലാ സുഹൃത്തുക്കളെയും ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല എത്രയും പെട്ടെന്ന് നമ്മുടെ ലൈവ് നമ്മിലേക്ക് എത്തിച്ചേരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് ലൈവ് എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട മജീദ് ദാരിമി ഉസ്താദ് അവർ കർണാടകത്തിൽ നിന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ കഷ്ടപ്പാടുകൾക്കൊക്കെയും നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു സൽക്രമമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉസ്താദിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മജീദ് കർണാടക ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഉടനെ എത്തും. എല്ലാവരും നമ്മുടെ SKACR തന്നെ ട്യൂൺ ചെയ്ത് ഇരിക്കുക. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷത്തിനുള്ളിൽ നമ്മുടെ ദാരിമി ഉസ്താദ് ഉടനെ തിരിച്ചെത്തും. എല്ലാവരും അക്ഷമയോടെ കാത്തിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ തിരിച്ചെത്തിക്കൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം പൂർണ്ണമായി നമുക്ക് ലഭിക്കുവാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നാട്ടിൽ നിന്നുള്ള ലൈവൊക്കെ ആവും ചെറുക്ക് കട്ടലുണ്ടാവും. പക്ഷെ ഇന്ന് കട്ടൊന്നും ഉണ്ടായില്ല. നല്ല ക്ലിയറോട് കൂടി തന്നെ നമുക്ക് ഇതുവരെയും ലൈവ് ലഭിച്ചിട്ടുണ്ട്. ആവേശകരമായ ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് ഒരു ചെറിയൊരു ബ്രേക്ക് വന്നിട്ടുള്ളത്. എല്ലാവരും അക്ഷമയോടെ കാത്തിരിക്കുക ഇൻഷാ അല്ലാഹ്. ഏതാനും നിമിഷത്തിനുള്ളിൽ ലൈവ് ഇൻഷാ അല്ലാഹ് നമ്മിലേക്ക് എത്തിച്ചേരും. എല്ലാവരും അക്ഷമയോടെ കാത്തിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മ അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഈ കൂട്ടായ്മയെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും നമ്മുടെ ക്ലാസ് റൂം തന്നെ ട്യൂൺ ചെയ്തിരിക്കുക. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷത്തിനുള്ളിൽ നമ്മുടെ ലൈവ് നമ്മിലേക്ക് എത്തിച്ചേരും. എല്ലാവരും അക്ഷമയോടെ കാത്തിരിക്കുക. നല്ല ഒരു അനുഭവമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല പ്രസംഗം വളരെ അപൂർവ സമയങ്ങളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പ്രസംഗങ്ങളിൽ ഒരു പ്രസംഗമാണ് നാം ഇതുവരെയും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷത്തിനുള്ളിൽ ലൈവ് നമ്മിലേക്ക് എത്തിച്ചേരും. എല്ലാവരും അക്ഷമയോടെ കാത്തിരിക്കുക.
മദീനത്തെ മധുമലരെ മഹബൂബ് തിങ്കളെ, മദീനത്തെ മധുമലരെ മഹബൂബ് തിങ്കളെ, ഈ പാവം പാടി പാടി തേടിയാ നബി, ഈ പാരിൽ ശ്രേഷ്ഠരായ ഖൈറൻ നബി. മഹിമയൊത്ത തേന്മലരെ മദദേ മുസമ്മിലെ, മഹിമയൊത്ത തേന്മലരെ മദദേ മുസമ്മിലെ, ഈ പാവി മദ്ഹ് പാടി മദദ് തേടിയേ, ഇരുലോക വിജയ സബബ മദീനത്തെ മധുമലരെ മഹബൂബ് തിങ്കളെ തേടിയാലേ ശ്രേഷ്ഠരായ ഖൈറൻ നബി. പുണ്യ മദീനത്തെ രാജാ, പുണ്യ മദീനത്തെ രാജാ, പൗർണമി തോൽക്കും സിരാജ, പുണ്യ മദീനത്തെ രാജാ, പൗർണമി തോൽക്കും സിരാജ. കഥനം മദീനത്തെ മധുമലരെ മഹബൂബ് തിങ്കളെ, മദീനത്തെ മധുമലരെ മഹബൂബ് തിങ്കളെ, ഈ പാവം പാടി പാടി തേടിയാ നബി, ഈ പാരിൽ ശ്രേഷ്ഠരായ ഖൈറൻ നബി. എന്റെ കൽബിലെ തെളിമാ, എന്റെ കൽബിലെ തെളിമ കണ്ടിടാനും പൊന്നവന, എന്റെ കൽബിലെ തെളിമ, എന്റെ കൽബിലെ തെളിമ കണ്ടിടാനും പൊന്നവന, കനവിൽ പൊങ്ങളയാണ്ടായി ഞാൻ തേടി മോഹങ്ങൾ കൂടി, കനവിൽ പൊങ്ങളയാണ്ടായി ഞാൻ തേടി മോഹങ്ങൾ കൂടി, കനിവിൻ കടലേ നബിയാ, കനിവിൻ കടലേ നബിയാ, കരമണു നൽകി കാത്തിടണേ ജയ്ദേ, പാലം നൽകി ദാഹം തീർക്കണേ, സ്വർഗത്തിൽ ചാരി വന്ന് മദ്ഹ് പാടണേ, മദീനത്തെ മധുമലരെ യാ റസൂലേ മദീന, മദീനത്തെ മദീനത്തെ മദീന, മധുമലരെ മദീന, യാ റസൂലേ മദീനത്തെ മധുമലരെ യാ റസൂലേ, മദീനത്തെ മധുമലരെ മഹബൂബ് തിങ്കളെ, മദീനത്തെ മധുമലരെ മഹബൂബ് തിങ്കളെ, മദീനത്തെ മധുമലരെ മഹബൂബ് തിങ്കളെ. ശംസുൽ